ഇപ്പൊ നമുക്കറിയാൻ പറ്റി 2000 ശേഷം വരുന്ന ഈ ന്യൂ ജനറേഷൻ, അതായത് 25 വയസ്സിന് താഴെ വരുന്ന ആളുകൾക്കൊന്നും പഴയ കാലങ്ങളും അതേപോലെ തന്നെ പഴയ ആളുകൾക്കും ശരിക്കും പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതായത് വിശ്വസിക്കാനോ പറയുന്നതൊന്നും താല്പര്യമില്ല. അപ്പൊ നമ്മുടെ മക്കളടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഉമ്മാനെ പഠിപ്പിച്ച് നോക്ക്, ഉപ്പാനെ പഠിപ്പിച്ച് നോക്ക്, ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തർക്കിക്കാനോ അല്ലെങ്കിൽ അവർ നമ്മളെ ഒഴിച്ചുകൂടാനോ നോക്കുന്നത്. പക്ഷെ ഈ 2000 മുന്നേ ജനിച്ച ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരു പഴയ കാര്യങ്ങൾ ഓർമ്മ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അല്ലെങ്കിൽ ഉപ്പാൻ്റെ ഉമ്മ, ഇങ്ങനെ പഴയ ആളുകൾക്കൊരു എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ചെയ്യണം താല്പര്യം. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങനത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കളെ കുറിച്ചല്ല നമ്മളെ കുറിച്ച് തന്നെ പഠിക്കണം. അപ്പൊ ഇപ്പോൾ നമ്മുടെ ഒരു മനസ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വരുന്ന തലമുറക്കും ഇതുപോലെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഓരോ ആളുകൾക്കും ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ ജീവകാരുണ്യ പ്രവർത്തനം, അതേപോലെ വൃദ്ധസദനം, അതേപോലെ തന്നെ അനാഥാലയങ്ങൾ എല്ലാം നമ്മുടെ താഴെ വരുന്ന ആളുകൾക്ക് ഒരു മാതൃകയാക്കി കൊടുത്തുകൊണ്ട് അത് അവർക്കും ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ഇതെല്ലാം നമുക്ക് നാളെ കടന്നു പോകേണ്ടതാണ്. എന്തായാലും നമ്മളൊക്കെ പ്രായം കൂടി നമ്മളൊക്കെ മരിച്ചു പോകും. അപ്പൊ ഇതിനൊക്കെ ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മളൊരു വർഷത്തിലോ ഒരു മാസത്തിലോ ഒരാഴ്ചയിലോ ഒക്കെ 1-2 മണിക്കൂറൊക്കെ നമ്മുടെ കൂടെ വരുന്ന ആളുകൾക്ക് ഇത് മാതൃകയാക്കി, നമ്മുടെ മക്കൾക്കൊരു മാതൃകയാക്കി കൊണ്ടുപോകണം. എല്ലാവർക്കും അത് സാധിക്കട്ടെ. അതിന് ദൈവം നമുക്ക് അതിന്റെ കാര്യങ്ങൾ ചെയ്തത്. എന്തായാലും ഇന്ന് ഈ ഒരു ഹിമ നമ്മുടെ സെന്ററിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം അനുബന്ധിച്ച് നമ്മുടെ ജാലയ ഗ്രൂപ്പിൽ ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നിലിട്ട് അണിയറയിൽ നിന്നിട്ടുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ നല്ലൊരു ആത്മാർത്ഥമായ ഒരു സ്നേഹപാഠം നടത്തണം. എല്ലാവരും മുമ്പൊക്കെ ഇരിക്കുക, അത് നല്ല കാര്യമാണ്. അപ്പൊ എന്തായാലും ഈ ഒരു നല്ല കാര്യം നമ്മൾ തുടങ്ങാനും നമ്മളിതിന്റെ കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാനും വേണ്ടി നമ്മുടെ സ്വാമി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു സെക്കൻഡ് ഒന്ന് ദൈവപ്രാർത്ഥനയോട് കൂടി ഈ പ്രോഗ്രാം തുടങ്ങാൻ നല്ലതായിരിക്കും. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് നേടിയിട്ടുണ്ട്. ഒരു ചെറിയൊരു പ്രാർത്ഥനയോടെ നമുക്ക് ഈ പ്രോഗ്രാം തുടങ്ങാം. അപ്പൊ എല്ലാവരും നല്ലൊരു മനസ്സോടുകൂടി നമുക്ക് സ്വാമി വെൽക്കം. നമ്മുടെ മൊബൈൽ ഫോണൊക്കെ ഒന്ന് സൈലന്റ് ആക്കി സംസാരിക്കുമ്പോൾ എണീറ്റ് പോവാതെ ലാസ്റ്റ് വരുന്ന ആളുകൾക്ക് ബാക്കിൽ ഇരുന്നുകൊണ്ട് ഈ പ്രോഗ്രാം വളരെ ശ്രദ്ധിച്ച് നമ്മുടെ ആളുകൾക്കൊക്കെ അത് പകർന്നു കൊടുക്കാം. അപ്പൊ എന്തായാലും ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷനായിട്ടും ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ടും സ്വാമിയെ ഞാൻ ക്ഷണിക്കുന്നു. നല്ലൊരു ക്ലാപ്പ് കൊടുത്തുകൊണ്ട് നമുക്ക് ക്ഷണിക്കാം. ഓക്കെ, താങ്ക് യു. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Our Father in heaven, hallowed be your name. Your kingdom come, your will be done on earth as it is in heaven. Give us this day our daily bread. Forgive us sins as we forgive those who sin against us. Do not bring us to the test, but deliver us from all evil. Amen. Om Yoda Praveshya Mama Vaja Vimam Prasupta Sanjeevayatya Gila Shakti Dharaswadhana Anyam Sahasracharana Shravanam Tragadi Pranamo Bhagavate Purusharaya Tubbham Pranamo Bhagavate Purusharaya Tubbham. വളരെ സന്തോഷം നൽകുന്ന നിമിഷങ്ങളിലാണ് നമ്മളൊക്കെ കൂടെ പഠിച്ചവരൊക്കെ ഒന്നിച്ച് കൂടി അതിനൊരു ജീവകാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങളൊക്കെ അഭിനന്ദിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള തലമുറകളൊക്കെ ചെയ്യാൻ അവർക്ക് സമയം കിട്ടുമോ എന്ന മനസ്സുണ്ടാവുമോ എന്നറിയില്ല. ഞാൻ എപ്പോഴും സൗഹാർദ്ദം പറയുന്ന ആളാണ്. സൗഹൃദം പഠിച്ചെടുക്കേണ്ടതാണ്. മനുഷ്യനെല്ലാം പഠിച്ചെടുക്കേണ്ടതാണ്. ഒന്നും അന്തർലീനമായിട്ട് അവനില്ല. എന്നാൽ പശുവാണെങ്കിലോ ഏത് ചെറിയ മൃഗമാണെങ്കിലോ ഇര തേടാനോ അതേപോലെ സൗഹൃദം സ്ഥാപിക്കാനോ ഇണ ചേരാനോ ഒന്നും പഠിക്കേണ്ട കാര്യം. നമുക്ക് കുടുംബജീവിതം പോലും പഠിച്ചെടുക്കണം. കുട്ടികൾ ഉണ്ടായി പോകുന്നതല്ല, മനുഷ്യന് മാത്രമാണ് കുട്ടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകുന്നത്. ബാക്കിയുള്ളവർക്ക് സമയമാകുന്നുണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യനെല്ലാം പഠിച്ചെടുക്കണം. ഒന്നും പഠിച്ചെടുക്കേണ്ടത് 5-6 വയസ്സ് വരെ നമ്മൾ കുട്ടികളെ നോക്കണം മതി. പക്ഷേ ഇന്ത്യയിലൊക്കെ 60 വയസ്സ് കഴിഞ്ഞാൽ അച്ഛനും തന്നെ വീണ്ടും കുട്ടികളാവും.
കുട്ടികളെ നോക്കലേ. എന്നാൽ 18 വയസ്സ് വരെ മാക്സിമം വിദേശ രാജ്യങ്ങളിലൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. പിറ്റേ ദിവസം മുതൽ വാടക കൊടുക്കണം, അച്ഛനും അമ്മയ്ക്കും വാടക കൊടുക്കണം. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അച്ഛനമ്മേന് വാടക കൊടുത്ത് 18 വയസ്സ് മുതൽ ബർത്ത്ഡേ ആഘോഷമൊന്നുമില്ല, അവർ പുറത്തുപോയി ആഘോഷിക്കില്ല. ശരീരം ശരിയായി കഴിഞ്ഞാൽ 10-13 വയസ്സാകുമ്പോൾ ഏകദേശം നമ്മളൊക്കെ മെച്ചോർഡാകും. ആൺകുട്ടികളും പെൺകുട്ടികളും മെച്ചോർഡാകും. അതോടുകൂടി തന്നെ ഒരുവിധം വീട്ടിലുള്ള ഇടപാടുകളൊക്കെ അവർ നിർത്തും. പിന്നെ ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ടേ ഒഴിവാക്കാൻ പറ്റുള്ളൂ എന്ന് നിയമം പറയുന്നുണ്ട്. 18 വയസ്സ് വരെ കൂടി ഫ്രീ ആയിട്ട് അവിടെ നിൽക്കാം, വീട്ടിൽ നിൽക്കാം. പിറ്റേ ദിവസം മുതൽ ആ റൂമിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും വാടക. അങ്ങനെ ഇല്ലാത്തവരെ സോഷ്യലി അവർ മോശക്കാരെന്നാണ് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഗേൾ ഫ്രണ്ടിനെ കണ്ടെത്തി പോകണം, ബോയ് ഫ്രണ്ടിനെ കണ്ടെത്തി പോകണം, അല്ലെങ്കിൽ എവിടെയാണോ ജോലി എന്തെങ്കിലുമൊക്കെ ഇഷ്ടംപോലെ ജോലികളുണ്ട്. അവിടെ പിന്നെ മണിക്കൂർ ബേസ് നോക്കിയാണ്. ചിലപ്പോൾ തോന്നും അതാ ശരി തോന്നും, ചിലപ്പോൾ തോന്നും ഇതാ ശരി. രണ്ടിനും രണ്ടിൻ്റെതായ ഗുണങ്ങളുണ്ട്, ദോഷങ്ങൾ. നമുക്കൊക്കെ നമ്മുടെ അച്ഛനമ്മ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികളെ നോക്കാനെങ്കിലും ആണ് പിന്നെ ഗൾഫിലൊക്കെ കൊണ്ടുപോകുക. മോനൊക്കെ ഞങ്ങൾ ഇവിടെ ഭാര്യ ഇവിടെ ഗൾഫിലാണ്, അല്ലെങ്കിൽ അമേരിക്കയിലുണ്ട്. മോൻ്റെ 2ാമത്തെ പ്രസവം, അല്ലെങ്കിൽ മോളുടെ 1ാമത്തെ പ്രസവം. എന്നാലെങ്കിലും അവരവരെ കൊണ്ടുപോയി ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഏതായാലും കാലം മാറുകയാണ്. പ്രത്യേകിച്ച് AI കാലമാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. ഇനിയൊന്നും നിങ്ങൾക്ക് ഒന്നും തന്നെ പണ്ട് പോലെ പോകുമെന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. വെറും പ്രതീക്ഷകൾ മാത്രം. എപ്പോഴോ 1-2 എങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ലത് എന്നല്ല. നമ്മുടെയൊക്കെ മതങ്ങൾ പറയുന്നത് അച്ഛനമ്മമാരുടെ ഒരുപാട് പ്രസക്തികളെ കുറിച്ച് പറയാം. പക്ഷെ അതൊക്കെ മതം തന്നെ പ്രസക്തമാണോ എന്ന് ചോദിക്കുന്ന കാര്യം. ഞാനിപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഈ സ്ഥാപനങ്ങൾ കാണുമ്പോൾ അതിൻ്റെ മുറ്റത്തേക്കൊക്കെ വരുമ്പോൾ ചെറിയ വിഷമങ്ങൾക്ക് എൻ്റെ മനസ്സിലുണ്ടാവാം. കാരണം ഇവിടെ താമസിക്കുന്ന അന്തേവാസികൾ അവരും എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവരുടെ മക്കളെ വളർത്തിയിട്ടുണ്ടാകുക. പക്ഷെ ഒരു കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളിപ്പോൾ അങ്ങനെ വ്യാപകമായിട്ടൊന്നും ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട്, എന്നാലും വലിയ നിർബന്ധമൊക്കെയുള്ള സമയത്ത് ചിലപ്പോൾ വലിയ റെക്കമെൻഡിൻ്റെയൊക്കെ പേരിൽ കുറച്ചേരൊക്കെ ഓരോരുത്തരെ കഥ കേട്ടിരിക്കും. കാരണം കഥ കേട്ടിരിക്കാൻ നല്ലോണം സമയം വേണം. മുമ്പ് കുറേ സമയം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതിന് സമയമില്ല. അപ്പോൾ ഒരുപാട് മാരേജ് കൗൺസിലും അച്ഛനമ്മമാർ തമ്മിലുള്ള കുട്ടികളോടാണ് കൂടുതൽ കൗൺസിലിംഗ് ചെയ്തത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അച്ഛനമ്മയും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കൂടി വരും. എന്താ കാരണം? നമ്മളവരെ അങ്ങനത്തെ ശ്രദ്ധ പഠിപ്പിക്കുന്നത് അല്ലേ? ആ സ്കൂളുകളിൽ അവർ പഠിക്കുന്നത് നമ്മളെ വീട്ടിൽ വന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഇപ്പം തന്നെ അവിടെ വന്നപ്പോൾ ഈ മോന് ഒരു ഫോട്ടോ എടുത്തു. എത്ര വയസ്സുണ്ടാവുന്നതെന്ന് ആലോചിച്ചു. ഓനാണ് ശരിക്കും ക്യാമറ പിടിച്ചത്. ക്യാമറ പിടിക്കേണ്ട രീതിയിൽ ഓനാണ് പിടിച്ചത്. കാരണം ഇങ്ങനെ പിടിക്കുന്നത്. അപ്പോൾ അവന് കൃത്യമായിട്ടല്ലേ നിങ്ങളെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ക്യാമറകളും ഈ പറയുന്ന ഓരോ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്, പുതിയ തരത്തിലുള്ള ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മക്കളാണ്. അവരോട് ചോദിച്ചിട്ട് വേണം പലതും നിങ്ങൾ പഠിക്കാൻ. എൻ്റെ വീട്ടിലൊക്കെ എങ്ങനെയാണ്? ഞാൻ കല്യാണം കഴിച്ചിട്ടുമില്ല, കുടുങ്ങിയിട്ടുമില്ല എന്ന് വേറെ കാര്യം. എന്നാൽ എൻ്റെ അനിയന്മാരും പെണ്ണുകളൊക്കെ അവരൊക്കെ കാണിക്കുന്ന കാണാം. അപ്പോൾ അവരുടെ മക്കളോട് ചോദിച്ചിട്ടാണ് ചെറുപ്പം പോലെ എൻ്റെ അച്ഛനൊക്കെ പഠിക്കുക. ഇതെങ്ങനെ തുറക്കാൻ മോനെ, അക്കൗണ്ടിലെല്ലാം വന്നിട്ടുണ്ടോ നോക്കും, ഒരു ട്രാൻസാക്ഷൻ നടന്നത് എങ്ങനെയുണ്ട് നോക്കും. ഒക്കെ ചെറിയ മോനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് അവരുടെ കാലഘട്ടമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതലേ ഇത് നോക്കിയിരിക്കുന്നതുകൊണ്ട് ഈ പുറമേ ഇരിക്കുന്നത് ഇതൊക്കെ സൗകര്യങ്ങൾ ചെയ്തു തരുന്ന ഒരാളെന്നതിൻ്റെ അപ്പുറത്തേക്ക് ഡോക്ടർക്ക് വന്നാൽ ഡോക്ടർക്ക് ബോധമായ എനിക്ക് കൂടി കൊണ്ടെന്ന് പറയാൻ അറിയില്ല. ഏതായാലും പെട്ടെന്ന് രാത്രി ആലോചിക്കണം എന്നറിയില്ല. അയലക്കത്തെ കാലഘട്ടം ആശുപത്രി കൊണ്ടുപോയി സോഡിയം ചെയ്തു. പിന്നെ ഇതിങ്ങനെ സോഡിയം കുറഞ്ഞ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി ഇറങ്ങിയിട്ടത് മക്കളോട് പറഞ്ഞു ചെയ്തോളി, എല്ലാ കാശും ഞങ്ങൾ അയച്ചു തന്നോളാം. പക്ഷെ വരല് കാണലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഗർഭപാതം വന്ന് വീടിട്ടുണ്ട്. വർഷങ്ങളായി വയസ്സായി പെട്ടത് വീടായി കഴിഞ്ഞാൽ അവരാകെ പഠിച്ചു. അങ്ങനെ അവർക്ക് അത് പരിശോധിക്കാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് പോകണം. എല്ലാം അറേഞ്ച് ചെയ്തു. ഡ്രൈവർ വന്നു, കാറ് വന്നിട്ടുണ്ട്, കയറിപ്പോയാൽ മതി, ഒറ്റയ്ക്ക് പോകണമെന്നുണ്ട്. അങ്ങനെ ആയാൽ ഒറ്റയ്ക്ക് കയറി പരിശോധിച്ചു. ബേബി മോളെ പരിശോധിച്ചു. വായുവിന് ക്യാൻസർ ഒന്നുമില്ല, യൂട്രസ് റിമൂവ് ചെയ്യണം. ഈ സമയത്തും അവർക്ക് വരാൻ പറ്റില്ല. എന്നാൽ അവർ വിളിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്,
മെഡിക്കൽ റിപ്പോർട്ട് അവിടെ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ ഡോക്ടറാണ്, നമ്മളത് നോക്കണം. ഡോക്ടർ നോക്കും എന്നല്ലാതെ അതായത് കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി അവരൊക്കെ തരും. അതിലപ്പുറത്തേക്ക് ഈ വന്നിങ്ങനെ വന്ന് കഞ്ഞി ഉണ്ടാക്കുക, ചോറുണ്ടാക്കുക, എന്നിട്ട് ചക്കപ്പൊക്കെ ഉണ്ടാക്കുക, പണ്ടത്തെ ഇതൊന്നും നടക്കുക. അത് നിങ്ങളോടാണ് പറയുന്നത്. നിങ്ങളൊക്കെ പറഞ്ഞ സമയം വായിച്ചാൽ അതിൻ്റെ ഇറക്ക് നിൽക്കണവരാണ്. ഇല്ലത് നിങ്ങൾ ഓടുകയും ചെയ്ത് നമ്മക്കടെ എത്തിയതുമില്ല എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതായാലും കുട്ടികളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുള്ള പറഞ്ഞില്ലേ. പിന്നെ അല്ലാത്തവർക്കൊക്കെ ദൈവാധീനം കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായിപ്പോയാൽ അതൊക്കെ അപൂർവങ്ങളിലാവും. അപ്പോൾ നമുക്കൊക്കെ പണ്ട് കാലത്ത് പറഞ്ഞവരൊക്കെ തന്നെ അച്ഛനെ അമ്മേനൊക്കെ അങ്ങനെ കൊണ്ട് ആൾക്കാർക്കൊക്കെ വന്നിന് എവിടേക്കും എന്തൊക്കെയോ എത്ര ദുഷ്ടന്മാരാണ് ദുഷ്ടത്തികളാണ് അങ്ങോട്ട് അത് ശരിയാവില്ലാതെ തോന്നുന്നു. ഇന്നിപ്പോൾ അതാണ് നാച്ചുറൽ. അങ്ങനെ ആകണം. എന്നിട്ട് അവർ ചെയ്യുന്ന എന്താ വെച്ചാൽ നല്ല റിട്ടയർമെൻറ്റ് പ്ലാനുകൾ. അതായത് നിങ്ങളൊന്നും കൊണ്ട് നിങ്ങൾ അനാഥാലയല്ല. ഇപ്പോൾ പുതിയ സിസ്റ്റം അനാഥാലയല്ല. പൈസ ഞങ്ങൾ കൊടുക്കും. നിങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിങ്ങൾ വീട്ടിൽ നിന്നാൽ ചിലവാകുന്നതിനേക്കാളും കൂടുതൽ പൈസയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന സ്ഥാപനത്തിൽ ഞങ്ങൾ കൊടുക്കും. അവിടെ ഡോക്ടർ വരും, എന്റർടൈൻമെൻറ്റ് ഉണ്ടാവും, നിങ്ങളുടെ വൈകിൽപ്പെട്ട ആളുകളുണ്ടാവും. നിങ്ങൾക്ക് പാട്ട് പഠിക്കുക, ഇപ്പോൾ ഹാർമോണിയം പഠിക്കുക, ഡാൻസ് പഠിക്കുക, യോഗ പഠിക്കുക, ഇതൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഒരു നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഞങ്ങൾ വരുന്ന സമയത്ത് അങ്ങനെ കുറച്ച് ദിവസം എൻ്റെ പെങ്ങൾ പ്രസവിച്ച സമയത്ത് ഇവിടെ എലൈറ്റിലായിരുന്നു. എന്തൊരു സൗകര്യം എന്ന് പറയും. ഇവിടെ എലൈറ്റ് പ്രസവാനന്ദ ശുശ്രൂഷ കേന്ദ്രം. അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇവിടെ അടുത്തത് ഒരു 50-30 ദിവസം അവർ നോക്കി. 10,000 എല്ലാ ട്രീറ്റ്മെൻറ്റും ഇതൊക്കെ വീട്ടിൽ നടത്തുന്നതൊക്കെ നമ്മൾ ആകർഷി ഉണ്ടാക്കാനുണ്ടെങ്കിൽ ഈ പറഞ്ഞ സൂപ്പ് ഉണ്ടാക്കാനും വീട്ടുണ്ടാക്കാനും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും ബാധിക്കുന്നതാണ്. അതെല്ലാം വളരെ മനോഹരമായ സ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും ആളുകൾ എപ്പോഴും നോക്കി. ഞങ്ങൾ പോകുന്നതിനേക്കാളും നന്നായിട്ട് പോകുന്നു, പോയില്ല പ്രോത്സാഹനം നന്നായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് ഇങ്ങനത്തെ ബിസിനസ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കി. കാരണം അവിടെ ഈ പറയുന്ന ഒന്നിച്ച് ഒരുപാട് ആൾക്കാർ നടക്കുന്ന പോലെ എൻ്റെ വീട്ടിൽ ഒരു സ്ഥലത്ത് നടക്കുക. ഇന്ന് കരയാൻ പോലും ഇവന്റ് മാനേജ്മെന്റ്. ഞാൻ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ പഠിച്ച സമയം ഇടയിൽ ഡോക്ടറാകാൻ പഠിച്ചു പോയി. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച ഒരാളുടെ അച്ഛൻ മരിച്ചു. അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ വിളിച്ച് അവൻ്റെ നാട്ടിൽ ഉൾഗ്രാമത്തിലേക്ക് പോയി. അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ കാരണം ഭയങ്കര ഒരുപാട് ആൾക്കാർ പെണ്ണുങ്ങളിൽ നിന്നിങ്ങനെ വട്ടത്തിങ്ങനെ ഒരു കാര്യം നാട്ടിൽ അങ്ങനെ എല്ലാവരും വട്ടം നിന്നിങ്ങനെ എല്ലാവരും കരയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ആദ്യം കനലും ഇങ്ങനെ വിശ്വസിച്ചു. അതിൽ ഒരു സ്ത്രീ ഇങ്ങനെ മൊബൈൽ ഫോണിൽ ഇടയിൽ അപ്പം എനിക്ക് സംശയം ഉപകാരമല്ലേ. അപ്പം ഞാൻ ചോദിച്ചു ഇവർക്ക് എന്തെങ്കിലും ഇടയ്ക്ക് സങ്കടം ഇടയ്ക്ക് സങ്കടമില്ലായ്മ. അത് കഴിഞ്ഞ് ഒരു ചായ കുറിച്ച് അവിടെ പറഞ്ഞിട്ട് പിന്നെ അടുത്ത കഴിഞ്ഞ് ജോലിയിലേക്ക് വീണ്ടും വന്ന് കരയില്ല. പിന്നെ കുറച്ച് അവിടെ പോയി അതിലൊക്കെ കഴിഞ്ഞിട്ട് ഫ്രീ ടൈമൊക്കെ വീണ്ടും അതേ കരയില്ല. അച്ഛനൊക്കെ ആത്മാർത്ഥമാണ്. മക്കൾക്ക് ഞാൻ കൂടെ കരയാതെ എണ്ണിപ്പൊറുക്കി കരയാതെ നമ്മളോട് അങ്ങനെ. അപ്പം ഞാൻ മനസ്സിലായത് എന്ന് പറഞ്ഞാൽ ഇവന്റ് മാനേജ്മെൻറ്റാണ്. ഇത് കരയാലും അതിപ്പോൾ അയാളുടെ ബാക്കിയുള്ളവരും ഇവിടെ ഇല്ല, വരില്ല. ഈ മകൻ ഇപ്പോൾ ഇവിടെ കോയമ്പത്തൂരായതുകൊണ്ട് വന്നു. വേറെ രണ്ട് മക്കൾ ഒരു അമേരിക്കയിൽ സ്വിറ്റ്സർലൻഡൊക്കെയാണ്. ഒരാൾ ഇന്നത് കാണുന്നുണ്ട്, വീഡിയോയിൽ കൂടെ കാണുന്നുണ്ട് എന്നല്ലാതെ ഒരു വരാറില്ല. അപ്പോൾ കരയാൻ ആളില്ലാത്തതുകൊണ്ട് കരയാൻ ആഗ്രഹിച്ചിരിക്കുക. അപ്പോൾ തമിഴ്നാട്ടിൽ നമ്മളെക്കാൾ മുമ്പേ നടന്നു. ഒൽക്ക് നല്ലോണം നമ്മുടെ തമിഴനെയാണ് ആശിക്കൊന്നും വലിയ വിവരമില്ലാത്ത നമ്മൾ ഒൽക്കാക്കുക. എന്താ കാലത്ത് ഒരു കരയാൻ ആരംഭിച്ചിട്ടുണ്ട്. അതവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിതം പോകുന്നത്. പക്ഷെ ഇതിൽ എവിടെയാണ് നമുക്ക് പഴിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ലൈവ് കൊടുക്കുമ്പോൾ കിട്ടാം ഇല്ല. ചില കാര്യങ്ങളൊക്കെ പറയാം അല്ലേ, ലൈവ് കൊടുക്കും. കാരണം ചിലരുടെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ വല്ല കേസ് വന്നാൽ നമ്മളൊക്കെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഷാലിസ് കറിയാണ്. ഞാനൊരു അയാളുടെ എല്ലാ ചെയ്ത മിക്കതും നോക്കുന്നതാണ്. ആദ്യമൊക്കെ എല്ലാം നോക്കിയിരുന്നു. പിന്നെ കുറച്ച് എനിക്ക് മനസ്സിലായ അയാളുടേതായിട്ടുള്ള പക്ഷപാതങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ചില സെലക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ അയാൾ പറയുന്നത് ആദ്യം കേട്ടിട്ടാണ്. പിന്നെ മറ്റേ ആളുടെ ജയശങ്കർ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് ഒരു വ്യൂ കിട്ടാൻ 2-3 വ്യൂ കിട്ടിയെങ്കിൽ നമുക്കൊരു അഭിപ്രായം പറയാം. അപ്പം ഈ പറയുന്ന മനുഷ്യൻ ഒരു കത്തോലിക്ക മതവിശ്വാസിയാണ്. പക്ഷെ അയാൾ ഒരിക്കലും ഭയങ്കരമായ വിശ്വാസമില്ല.
ഇപ്പോൾ അച്ഛന്മാരെ കണ്ടാൽ ഈശോ വിചാരിക്കും സ്വീകരിക്കട്ടെ എന്നൊക്കെ പറയുന്നതിന് അപ്പുറത്തേക്ക് അയാൾ മതം അയാളുടെ വിശ്വാസത്തിനോടൊക്കെ പ്രത്യേകിച്ചൊന്നുമില്ല, മറ്റു മതങ്ങളോടൊക്കെ വേറെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ദേഷ്യമില്ല, അതുമില്ല, അയാളോടെ. എന്നാൽ അയാളുടെ സോഷ്യൽ സെക്യൂരിറ്റി ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നമ്മൾ എന്തിനാണ് ഇടുന്നത്? ഇൻഷുറൻസ് കമ്പനി എന്നാണ് ഇൻഷുറൻസ് എടുക്കുന്നത്? ഇൻഷുറൻസ് എടുക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നതിനാണ് ഒരാപത്ത് വരുന്ന സമയത്ത് ലെസ് കവറേജ് കിട്ടുന്നത്. മതങ്ങൾ വരാത്തത് അത്രയേ ഉള്ളൂ. ഒരാവശ്യം വരുമ്പോൾ ഒരു കവറേജ് കിട്ടും. ഒരാൾ വീട്ടിൽ മരിച്ചു, നേരെ മുലയിൽ പോയി പറയണം, ഈ പള്ളിയിലച്ചോട് പറയണം, എന്തുകൊണ്ടാണ് സാധനമില്ല, അത് പള്ളിയിൽ പോയി അവിടുത്തെ പോയി പറയുമ്പോൾ ഒരു കാര്യമില്ല, വീട്ടിൽ പോയി അതിങ്ങനെ സ്വാമിയോട് പറഞ്ഞത് അത് ഈ ആനന്ദവണ്ടി വേറെ ഒന്നും ചോദിക്കുക. നേരെ വെച്ചില്ലേ അങ്ങനെയല്ല, ഞങ്ങളൊക്കെ പോലും ആരാണ് അവിടെ കർമ്മം ചെയ്യാൻ വരുന്ന അയാളെ പോലെ അറിയിക്കാറുള്ളതല്ലാതെ ഇപ്പം അമ്പലമോ ആശ്രമമൊന്നുമില്ല. പക്ഷെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി ആയിട്ടുള്ള ഇൻഷുറൻസ് എടുത്ത മതങ്ങളാണ് ക്രിസ്തു മതം എന്നും. അതിലൊരാൾ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അവനെ ദുനിയാണ് പള്ളി പറയാം, ജമാഅത്താണ് ജനത്തിൽ പറയാം, മുജാഹിദാണ് പറയാം, യാക്കോബയാണ് യാക്കോബ പള്ളി പറയാം, കത്തോലിക്ക പള്ളി അടുത്ത് അവിടെ കഴിക്കില്ല. ആ കത്തോലിക്കൽ തന്നെ ലത്തീനുമുണ്ട്, സീറോ മലബാറുണ്ട്, മലങ്കരയുണ്ട്, ഇങ്ങനെ ഓരോ അതാത് എവിടെയാണ് ഉണ്ടായ ഇൻഷുറൻസ് അവിടെ പോയിട്ടാണ് പോളിസി ക്ലെയിം ചെയ്യുന്നത്. നല്ലൊരു പരിപാടി അവിടെ നിന്നുണ്ട്. കാരണം അച്ഛൻ പറയാൻ എന്നും പിടിച്ച് പറ്റില്ല, അങ്ങനെ നാളെ കൊണ്ടുവരുന്നതെന്നും പറയാൻ പറ്റില്ല. അയാൾ എല്ലാവരും വരും, മൂല്യം വരെ ഇപ്പോൾ പറ്റില്ല, എൻ്റെ കുട്ടീൻ്റെ പ്രശ്നമാണെന്ന് പറയില്ല. അയാൾ എല്ലാ ആളവിടെ അറേഞ്ച് ചെയ്യും. അപ്പോൾ വന്നത് കേൾക്കാനും ഒരു പാട്ട് പാടാനും അല്ലെങ്കിൽ കുർബാന ചൊല്ലാനും ജനാസ സംസ്കരിക്കാനും ഒക്കെ അതിനുള്ള ആൾക്കാരും ഉണ്ടാവും. ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഷാജസ് കറിയെ സംബന്ധിച്ചും അത് പ്രകാശമാണ്. ഇങ്ങനൊരു ഇൻഷുറൻസ് ആണ് അവരുടെയൊക്കെ മനസ്സിൽ. സത്യത്തിൽ അത്രയേ ഉള്ളൂ ഇല്ലോ എന്നാണ്. ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ എപ്പോഴും യുക്തിവാദികളെയും അല്ലെങ്കിൽ നിരീശ്വരവാദികളോടും നല്ല സമീപനം തന്നെയാണ് അയാൾ ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിനെ വിമർശിക്കാൻ പറ്റും, മതത്തെ വിമർശിക്കാൻ പറ്റുന്ന ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇത് ആദ്യം തന്നെ കേൾക്കുമ്പോൾ എനിക്കൊരു മനസ്സിന് വിഷമാണ്. ഇവിടെയാണ് ഞാൻ എൻ്റെ പ്രശ്നത്തിൻ്റെ പരിഹാരം പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ദൈവമില്ല എന്നും മതത്തിൽ വിശ്വാസമില്ല എന്നും പ്രഖ്യാപിച്ച് നിങ്ങൾക്ക് എന്തു ആവാമാണ് അയാളുടെ പ്രസംഗങ്ങളിലൂടെ വർഷങ്ങളായ സാധിക്കും. എൻ്റെ പറഞ്ഞാൽ കുട്ടികൾ നാളെ പറയാം, എനിക്ക് ഇസ്ലാമില്ല അല്ലെങ്കിൽ എനിക്ക് ഹിന്ദുയിസം ഇല്ല, നിങ്ങൾ പള്ളിയും വേണ്ട, പട്ടക്കാരനും വേണ്ട, മെത്രാനും വേണ്ട, മാപ്പാക്കും വേണ്ട, യേശുവും വേണ്ട, റസൂലും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറയാറുണ്ട്. ഈ കുട്ടികളെ ഈ പറയുന്ന വീഡിയോയിലൂടെ പഠിപ്പിച്ചുകൊണ്ടേ. അതുകൊണ്ട് ജാഗ്രതയൊക്കെ എന്ന് പറയാം. കാരണം എന്താ? എക്സ് മുസ്ലിമായി, അല്ലെങ്കിൽ രവിചന്ദ്രമാഷകൾ എന്ന് പറയാം. കാരണം എന്താ? എക്സ് ഹിന്ദുക്കൂടി സനലിടപെടലെന്നുള്ള ദിവസം കാണിക്കാം. കാരണം എന്താ? എക്സ് ക്രിസ്ത്യൻ. ഇതൊന്നും അതിന് പുറത്ത് പോകാനൊക്കെ വേണമെന്ന് പറഞ്ഞത് നമ്മളെപ്പോലുള്ളവരാണ് ഈ ലോകം നന്നായി കൊണ്ടുപോകുന്നത്. കാരണം അവർക്ക് കുറ്റല്ല, കാരണം ആൾക്കാരാണ് ഒരിക്കലും തോന്നിയ ഇതാണ് ഷാജസ് കറിയെ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട ജേർണലിസം നടത്തുന്നു എന്ന് പറയുന്നവർ പോലും അങ്ങനെ പറഞ്ഞു ചെയ്യുന്നവരല്ല. കോടതി പോലെന്നൊക്കെ പറഞ്ഞാൽ അയാൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെയാണ്, ഞാൻ നല്ലോണാണെന്നൊക്കെ പറയാൻ കഴിയുന്നത് വെച്ചാൽ അയാളുടെ വാക്കുകളിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മതമില്ലാത്തവർക്ക് വലിയൊരു സ്പേസ് തോന്നുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ കുട്ടികളുടെ മതത്തിനൊപ്പം നിൽക്കുമ്പോഴല്ലേ പ്രശ്നം. മതം എന്ന് പറഞ്ഞാലല്ലേ എനിക്ക് തലയിൽ തട്ടുന്നത്, മതം എന്ന് പറഞ്ഞാലല്ലേ എനിക്ക് പിന്നെ വേറെ ചിലപ്പോൾ പോകാൻ പറ്റാത്തുള്ളൂ. മതം എന്തെന്ന് പറയുമ്പോഴല്ലേ അച്ഛനെയും അമ്മയും നോക്കേണ്ടതുള്ളൂ. മതം എന്തെന്ന് പറഞ്ഞെങ്കിലല്ലേ രാത്രി കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ്. അല്ലെങ്കിൽ ആരെങ്കിലും പോകാൻ പറ്റും, ഫ്രണ്ട്ഷിപ്പ് നമുക്ക്. ഇവിടെയാണ് നമ്മളൊക്കെ ചിന്തിക്കേണ്ടത്. നമ്മളൊക്കെ മതത്തെ ഒന്ന് തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള പ്രക്രിയയാണ്. അതിപ്പോൾ നിങ്ങളെ ഈ പറഞ്ഞ തലമുറയ്ക്ക് മാത്രമേ കഴിയൂ. നിങ്ങൾ ഒരുപാട് വിശ്വാസങ്ങളൊക്കെ മാറിയാൽ നിങ്ങളൊക്കെ ഒരുപാട് യുക്തിവാദമായിട്ട് ചിന്തിക്കുന്നവരാണ്. നിങ്ങളൊന്നൊരു തരം പ്രശ്നമല്ല. നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്ക് ഇത്രയൊന്നും യുക്തി തരില്ല. അല്ലെങ്കിൽ എൻ്റെ അച്ഛനും വലിയ യുക്തിയൊന്നും ഇല്ല. എൻ്റെ അച്ഛനൊക്കെ ഒരു സ്നേഹമാണ്, ഒരു വലിയ യുക്തി നോക്കിയിട്ടൊക്കെ അവനെ കുട്ടികളായതുകൊണ്ട് അവരെ സ്നേഹിക്കുക, അവൻ്റെ വീട്ടിലായിക്കൊണ്ട് പിന്നെ സാധനങ്ങൾ കൊണ്ട് കൊടുക്കുക, അവൻ്റെ വീടുകളിൽ പോയിട്ട് എൻ്റെ കുട്ടികളുടെ കാര്യം. എൻ്റെ അച്ഛനൊക്കെ ഞങ്ങൾ 3 കുട്ടികളായിരുന്നു, 2 അച്ഛനും അമ്മയും 5 ആൾക്കാരടങ്ങുന്ന എൻ്റെ കൂടെ. അപ്പോൾ അദ്ദേഹം കടലമിഠായിയൊക്കെ ചിലപ്പോൾ വാങ്ങാൻ പൈസ ഉണ്ടാവും. ഒറ്റ കടലമിഠായി. ഞങ്ങളാണ് 3 കുട്ടന്മാരുണ്ട്, 5
മുടി കൂടുന്നത് നല്ലോണം കൂടും. അപ്പം അതൊന്ന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കടലമുട്ടായിൻ്റെ കൂടെ തന്നെ പുള്ളി പണ്ടേ ഒരു ആക്സോളേറ്റ് വെച്ചിട്ട് എന്നിട്ട് ഇങ്ങനെ വളരെ പതുക്കെ അത് പൊടിയാൻ പാടില്ല, പൊടിഞ്ഞാൽ കച്ചറയ്ക്കും. അതുകൊണ്ട് പൊടിയാണാതെ ഈ ആക്സോളേറ്റ് 4 വർഷം ഒന്ന് എനിക്ക് എന്നിട്ട് അനിയന് അടുത്തേക്ക് ഒന്ന് അമ്മക്ക് പിന്നെ വരുന്ന കുട്ടികളാണ് അയാൾ തീർന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന അച്ഛന്മാർ ഒരു കാലത്ത് ഇന്നൊന്നെങ്കിൽ വാങ്ങണ്ടായിരുന്നു, ഒരു കച്ചറുണ്ടാക്കാനാണ്, ഇല്ലെങ്കിൽ വാങ്ങണ്ട. ഇങ്ങനെ ആക്സോളേറ്റ് കടലമുട്ടായി കൊണ്ട് ജയിച്ചൊരു ഇപ്പോഴുണ്ട് അച്ഛൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. ഇപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ്. സന്യാസിമാരായി കഴിഞ്ഞ സാധനം ഇല്ല. ഒരു നോക്കാൻ പാടില്ലാന്നൊരു മസലുണ്ട്. 10 ലക്ഷന്മാരായാലോ സന്യാസിമാരായാലോ പിന്നെ വീട്ടിൽ പൂർവാശ്രമം അവിടെ എന്ത് സംഭവിച്ചാലും വെച്ചാൽ പോലും ഇപ്പോൾ നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാനത് ചോദിച്ചാലാണ്. കാരണം ഇനിയുള്ള കുട്ടികളോട് കാട്ടിക്കൊടുക്കും അച്ഛനെയും അമ്മയും തന്നെയാണ് ഫസ്റ്റ് വെക്കേണ്ടത്. അതുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നുമില്ല. എൻ്റെ അധ്യാത്മിക ജീവിതത്തിൽ എന്തെങ്കിലും കോട്ടം വന്നാലും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. എനിക്ക് മറ്റു മതങ്ങളെ പഠിക്കാനോ അവനവൻ്റെ മതത്തെ പഠിക്കാനോ നന്മ പ്രസംഗിക്കാനോ കൊടുക്കാനോ അച്ഛനോടുള്ള സൗഹൃദം നിലനിർത്തുന്നതൊന്നും സംഭവിച്ചു. അപ്പം നിർബന്ധമില്ലെങ്കിൽ പോലും ഞാനത് മാത്രമല്ല എനിക്ക് നിങ്ങളൊക്കെ എത്ര പേര് ഒരു അച്ഛനും അമ്മയ്ക്കും എല്ലാം ചെലവ് കഴിഞ്ഞ് ഒരു പെൻഷൻ കൊടുക്കാൻ പേരില്ല. ഞാൻ കുറേ കാലമായിട്ട് എൻ്റെ പൊരിച്ച പറയാൻ വേണ്ടി പറയല്ല, കുറേ കാലമായിട്ട് അച്ഛൻ 2 അനിയന്മാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരാണ് ഇവരെ കഴിയുന്നത്. പക്ഷെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ല, ഇതുപോലെ എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. എന്നാലും എല്ലാ കാര്യങ്ങളും ഫിസിക്കലായിട്ട് എന്തിനോ നമ്മളതെന്തിനാ ഞാൻ ആദ്യം വിചാരിച്ചു ചെയ്യണം ശരിയാണോ മൂപ്പർക്കാരുടെ ഒരു വലിയ ആവശ്യമില്ല. എന്നാലും പഠിപ്പ് പോയെങ്കിൽ രാവിലെ എന്തെങ്കിലും ജോലി ചെയ്തെങ്കിൽ അതുകൊണ്ട് കുടുംബക്കാരുടെ കച്ചവടത്തിൽ ഒരു ഹോട്ടലിൽ പോകും, നല്ലോണം ഭക്ഷണം ഉണ്ടാവും. ഭക്ഷണം ഉണ്ടാക്കി വിളമ്പാരണം ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു നല്ലോണം ഭക്ഷണം ഉണ്ടാവും. കഴിഞ്ഞ ഓണത്തിനൊക്കെ ഞങ്ങൾ ഈ കഴിഞ്ഞ ഏപ്രിലിൽ വിഷു വരും. വിഷു ഞങ്ങൾ 33 കൂട്ടം സദ്യ, 33 ആറന്മുള സദ്യക്ക് പോലും അത്രയൊന്നുമില്ല. ആറന്മുള സദ്യയുടെ കേരളത്തിലെ ഏറ്റവും വലിയ സദ്യ 33 ഒരു ഇലയിൽ 33 കൂട്ടുണ്ടാവും. ഞാനും അച്ഛന് മാത്രം വിചാരിച്ചാണ്. ഞങ്ങൾ ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ ഞങ്ങൾ മത്സരിച്ചുള്ള കൂട്ടുണ്ടാവും. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്കൊരു മനസ്സുണ്ടാവും. പക്ഷെ ആ മനസ്സ് ദൈവത്തിൽ സങ്കല്പിക്കപ്പെട്ട മനസ്സാണ്. ദൈവവിശ്വാസം പറയുന്ന സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കൊക്കെ വളരാനും വളർത്താനും ഒക്കെയുള്ള അവസരം കൊടുക്കും. ശരിക്കും തോന്നുന്നു അതിനൊന്നും പുറകോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. പക്ഷെ ഓരോരുത്തരും അവനവൻ്റെ മതത്തിലെ തഖ്വ മനസ്സാണ്. ഇസ്ലാമിൽ പറയുന്നത് ഭയ, ഭക്തി, ബഹുമാന, ആദരവ് എന്നൊന്നും പറഞ്ഞാൽ പോരായില്ല. ദൈവത്തിനോട് തോന്നേണ്ടവർ, അതായത് ദൈവത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തഖ്വ നിറയുന്നതാണ്. അതായത് ആർദ്രതയോട് കൂടിയ, സ്നേഹത്തോടു കൂടിയ, ഭയത്തോടു കൂടിയ എല്ലാ സമ്മിശ്ര വികാരങ്ങളും ദൈവത്തിനോട് തോന്നുന്നത് അത് ദൈവത്തിനോട് ഗുരുക്കന്മാരോടൊക്കെ പ്രത്യേകിച്ച് ഇസ്ലാമിനെ സംബന്ധിച്ചോളം ദൈവമാണ് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് ദൈവത്തിനോട് തോന്നേണ്ടുന്ന മനുഷ്യന്റെ വികാരമാണ് ഈ തഖ്വ പറയുന്നത്. ഇതൊരു വെറും ഇൻഷുറൻസ് കമ്പനിയെ പോലെ സത്താ പോയിച്ചാലും സ്ഥലമാണ്, അല്ലെങ്കിൽ കല്യാണം നടത്താൻ ജയിൽ വേണം, അല്ലെങ്കിൽ മാമോസ് നടത്താൻ കുട്ടീൻ്റെ മാമോസ് നടത്താൻ പള്ളി വേണം, മരിച്ചു കഴിഞ്ഞാൽ സെമിത്തേരി കൊണ്ടുവരണം, അപ്പം എത്താൻ വേണം, പറ്റുന്നുണ്ടെങ്കിൽ മാർപ്പാപ്പേൻ്റെ പൈസ കൊടുത്താൽ വരുന്നുണ്ടെങ്കിൽ വരുത്തണം. അതൊരു സോഷ്യൽ സെക്യൂരിറ്റി, ഇൻഷുറൻസ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ മതത്തിന്, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും നമ്മളൊക്കെ നന്മയിലേക്ക് നയിക്കുന്നവരാക്കി മാറ്റാൻ ആ മതത്തെ അതാണ് ചോദ്യം. അപ്പോൾ ഈ പറയുന്ന പോലെ അവിടെ പറഞ്ഞത് അല്ല, നമ്മൾ പറയും മനുഷ്യത്വമാണ് മതത്തിൻ്റെ അടിസ്ഥാനം. അതെവിടെയൊക്കെ ഇടയിൽ നമ്മളെയൊക്കെ തന്നെ പൗരന്മാർ ഇല്ലാതെ ആഗ്രഹിക്കും, അടികൂടാനും വിഭാഗ്യതയും മസലകൾ കിട്ടുവാനും അതിൻ്റെ ശരിയിൽ നോക്കാൻ, അത് നോക്കാനും കർമ്മശാസ്ത്രം കർമ്മടന്മാർ ഒക്കെയായ വിഷയം ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകും. നമ്മൾ തിരിച്ചു പിടിക്കേണ്ടതാണ് ഈ പറയുന്ന മാനവികതയുടെ, മതത്തിൻ്റെ മാനവികത. മതമില്ലാത്തവർക്ക് മാനവികത കൊണ്ട് കാര്യം.
ഞാൻ എപ്പോഴും പറയും, എത്രയോ ആൾക്കാർക്ക് മാനമില്ല, അത് ശരിയാവും. മതത്തോട് എന്തുകൊണ്ട് ശരിയാകാന്ന് പറഞ്ഞു. നിങ്ങൾ മതം യാത്രയൊക്കെ ഉണ്ടാവും, അതിനോട് ചർച്ചയ്ക്ക് വരുന്നെങ്കിൽ ഞാൻ പറയും, മതമുള്ള ഒരു മതമുള്ള ഒരാളാണ് ഇദ്ദേഹം. നാളെ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്, വലിയ തെറ്റ്. പക്ഷെ അടുത്ത നോമ്പുകാലം വരുമ്പോൾ ഒരു മനസ്സിലുണ്ടായിരിക്കുന്ന ആ സാധനം, അല്ലെങ്കിൽ ഹജ്ജിന് പോകാൻ തയ്യാറാകും, അദ്ദേഹം ആ വലിയ തെറ്റിന് ഓർത്ത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് 100% ആളുകൾ ആ വ്യക്തിയോട് പോയിട്ട് കൊടുക്കണേ, കൊടുത്തു തരണേന്ന് പറയാനുള്ള സാധ്യത. ഇപ്പം നിങ്ങളൊരു മുസ്ലിം ക്രിസ്ത്യാനിയാണ്, നിങ്ങളും ഇതേപോലെ വലിയ തെറ്റ് അടുത്ത കുർബാനയ്ക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാരണം യേശു കൃത്യമായി പറയുന്നത്, ഈ ബലി അർപ്പിക്കാൻ കഴിയുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് വല്ലതുകൊണ്ടെന്ന് നിനക്ക് തോന്നിയാൽ, ഓനുണ്ടോ തോന്നല്ല, ഓനുണ്ടോ ഇല്ലതല്ല, ആർക്ക് തോന്നണം വിഷമത്തിനാണ്. അങ്ങനെ നിനക്ക് ഓനെ തോന്നിയാൽ പോലും സംശയം തീർത്തിട്ട് വേണം നീ കുർബാനയ്ക്ക് വരാൻ. അതാർക്കെ ബാധകളുള്ളൂ? ഞാൻ ഈ മര്യാദ തപ്പിയോട് കൂടി നടക്കണോനെ അത് ബാധകളുള്ളൂ. അല്ലാതെ ഓനുണ്ട് ഇരിക്കൂണ്ട് ഇനി എന്താ എടുക്കാൻ ചോദിക്കണം എന്തില്ല. അതേപോലെ അവന് നോമ്പുകാലം വരും, 9 നോമ്പും 51 നോമ്പൊക്കെ വരുന്ന സമയത്ത് അവനും പ്രിപ്പയറില്ല. എൻ്റെ മനസ്സ് അപരാധങ്ങൾ തീർക്കണമേ, പാവകടങ്ങൾ തീർക്കണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച് അവനും ശുദ്ധമായി കാണും. ഇനിയിപ്പോൾ ഹിന്ദുവാണ്, ഇന്നും വിശ്വസിക്കുന്ന ഒരാളാണ് വലിയ തെറ്റൊക്കെ ചെയ്തത്. കുറേ കാലം അടുത്ത പ്രാവശ്യം ശബരിമലയ്ക്ക് മാറണം കൊണ്ടുപോയി കൊണ്ടുവരണേ ഭഗവാനെ എത്തിച്ച് പറയാനുള്ള ധൈര്യം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരുപാട് തെറ്റുകൾക്കുള്ള പരിഹാരം ഞാൻ ചെയ്തെങ്കിൽ എനിക്കത് പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കൊണ്ടുപോയാൽ പിന്നീട് കൊണ്ടുവരണം നിർബന്ധമൊന്നുമില്ല. പണ്ടൊക്കെ പുലി പിടിക്കുന്നുള്ള പേടി കൊണ്ടാണ് പറയുന്നത്. ഇപ്പം വണ്ടി പോയാലും പോയത് തന്നെയാണ്. ഏത് കരവട്ടല്ല ഫോർസിലല്ല പിന്നെ AC വണ്ടി പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതിൻ്റെ ഒരു കാറ്റ് പോയാൽ തീരാമതേ ഉള്ളൂ നമുക്ക് കാറ്റ്. അപ്പം ഈ ഒരു ബേജാറോട് കൂടിയിട്ടാണ് കെട്ട് നടക്കുന്ന സമയത്തും ഇൻ്റെ കയ്യിൽ പാപങ്ങളൊന്നുമില്ല. അതായത് വർഷത്തിൽ ഒരിക്കലെങ്കിലും തൗബ ചെയ്യാനും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് പ്രായശ്ചിത്തം ചെയ്യാനും ഓരോ മതങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇതൊന്നുമില്ലാത്ത ഒരാളെ എന്ന് തൗബ ചെയ്യുന്നതാണ് എന്ന് പശ്ചാത്തലത്തിൽ പറഞ്ഞാണ്. അതുകൊണ്ട് മതം ഉപയുക്തമാണ്, ഇന്നും യൂട്ടിലിറ്റി ഉണ്ട്, ഇന്നും അതിനോട് ഉപയോഗമുണ്ട്. ആ തരത്തിലേക്ക് മതത്തിനെ തിരിച്ചു കൊണ്ടുവരാം. അവിടുത്തെ ഇഹവും വരപ്പെടുന്നുണ്ടല്ലോ, അവിടെ ഉണ്ട്. പക്ഷെ ഇവിടത്തെ തന്നെ ചെയ്യാനും നമുക്ക് ഒരുപാട് ആ രീതി. എൻ്റെ അച്ഛനെ അമ്മയും ഞാൻ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരോടാണ് ഏറ്റവും കൂടുതൽ കാരുണ്യം കാണിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞ നിന്റെ മാതാവിനാണ്. ചോദ്യകർത്താവായ സ്വഹാബി വീണ്ടും ചോദിച്ചു, ശരി ഇനി ഞാൻ ആരോടാണ് കൂടുതൽ കടമ കാണിക്കണം, ഉത്തരവാദിത്തം നടക്കണം? അദ്ദേഹം പറഞ്ഞു നിന്റെ മാതാവിനാണ്. 3-ാം പ്രാവശ്യം സഹാബി വീണ്ടും ചോദിച്ചു, ഇനി ആരോടാണ്? ഉത്തരം അപ്പോഴും നിന്റെ മാതാവിനാണ്. പിന്നെ കുറേ നേരം അവർ രണ്ടുപേരും വേണ്ടിയില്ല. കാരണം ഇനി എത്ര ചോദിച്ചാലും റസൂലേ പറയുള്ളൂ. അതോടുകൂടി മാതാവിൻ്റെ ആ അത്രയ്ക്കും അമ്മയോടുള്ള അത്രയ്ക്കും വലിയ ഉത്തരവാദിത്തമാണ് ആ പ്രവാചകൻ പഠിപ്പിക്കുന്നതെന്ന് ആ സഹാബിക്ക് മനസ്സിലാക്കി. എന്നാൽ അതെല്ലാം മനസ്സിലാക്കിയാൽ ഇനി ആരോടെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 4-ാമത് ചോദിച്ചു, ഇനി ഞാൻ ആരോടാണ്? അപ്പോൾ പറഞ്ഞത് പിതാവ്. എന്നാലോചിച്ചു, 3 പ്രാവശ്യം മാതാവ്, 1 പ്രാവശ്യം മാതാവ്. മാതാവിൻ്റെയും പിതാവിൻ്റെയും ആ ഒരു ബന്ധം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഹദീസാണ്. ഇപ്പം ഞാൻ പറഞ്ഞ ഹദീസാണ്. കൃത്യമായി ഖുർആനിൽ തന്നെ പറയുന്നത് എൻ്റെ മാതാപിതാക്കളോട് ഛേ എന്ന് ഉച്ചരിക്കുന്നത്. ഛേ എന്നൊരു വാക്ക് പോലും പറയാൻ ഖുർആൻ അനുവദിക്കുന്നു. ഹദീസ് പിന്നെ നമുക്ക് വേണമെങ്കിൽ സഹീഹാണോ അല്ലയോ എന്നൊക്കെ പറഞ്ഞ് തള്ളിയ കൂട്ടൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. പക്ഷെ ഖുർആനിലൊരു വാചകം ശരിയെന്ന് പോലും ഉച്ചരിക്കരുത് എന്നുള്ള മുഖത്ത് നോക്കി. ഞാനൊക്കെ ആദ്യമായിട്ട് മഠത്തിൽ ചേർന്നപ്പോൾ എൻ്റെ സ്വാമി ആദ്യം അച്ഛനമ്മമാരുടെ കടത്തെക്കുറിച്ച് പറഞ്ഞത് തന്നെ അച്ഛന് കൊടുക്കണം, അച്ഛനത് കൊടുക്കണം, നിങ്ങളുടെ ഇത്ര ശതമാനം കൊടുക്കണം, അച്ഛൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കണം എന്നൊക്കെ തന്നെ ക്ലാസ് പറഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു തള്ളയ്ക്ക് കൊടുക്കരുത്, നിങ്ങൾ തള്ളയ്ക്ക് ഒന്നും കൊടുക്കരുത്. ഞങ്ങളൊക്കെ ഞെട്ടി, എത്ര പേര് അച്ഛൻ കൊടുക്കണം, നിങ്ങൾ പെട്ടെന്ന് തള്ളയ്ക്ക് കൊടുക്കരുത് തന്നെ. അപ്പോൾ ആലോചിച്ചു, അതേ തള്ള വല്ലതും എടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ തിന്നാൽ മതി. നിന്റെ കയ്യിൽ വരുന്നത് മുഴുവൻ നിന്റെ അമ്മയ്ക്കുള്ളതാണ്. ആ അമ്മ കഴിച്ചും എടുത്തും ഉപയോഗിച്ചതിനും ശേഷം വല്ലതുമുണ്ടെങ്കിൽ നീ
കൊടുത്ത് ചെറുതാകരുത്. കൊടുത്ത് നീ ചെറുതാകാൻ നിൽക്കരുത്. അമ്മയുടെ മുന്നിൽ നിനക്ക് കൊടുത്ത് ചെറുതാകാൻ പാടില്ല. നീ കൊടുക്കാൻ നിന്റെ അമ്മയ്ക്ക് ആരാണ്? കൊടുക്കരുത്. എതിർത്തതിന് ശേഷം വരുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് കൃത്യമാണ്. മാതൃദേവോഭവ, പിതൃദേവോഭവ, ആചാര്യ ദേവോഭവ, ഗുരുദേവോഭവ എന്നൊക്കെ പറയുന്ന ആചാര്യവാൻ മാത്രം ഒരുപാട് ഞാനിപ്പോൾ ആയിരത്തോളം ക്രിസ്ത്യാനിയുടെ ബൈബിളിലൂടെ നിന്റെ അച്ഛനമ്മമാരോട് നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിനും ഇഹത്തിലും പരത്തിലും ഗുണം ലഭിക്കേണ്ടതിനും നിന്റെ അച്ഛനമ്മമാരെ ബഹുമാനിക്കുക എന്നാണ് 10 കൽപ്പനകളെല്ലാം കേട്ടിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് കൊടുത്ത കൽപ്പനയാണെന്ന് പറയുന്നത്. അതിൽ 4ാമത്തെ കൽപ്പന നിന്റെ മാതാപിതാക്കളെ ബഹുമാനിക്കുക. ദൈവത്തിനുള്ള തൗഫീഖൊക്കെ അത് പറയുന്നെങ്കിൽ ദൈവത്തിനുള്ള ഹിദായത്ത് അത് ഇഖ്ലാസാണ്. നിന്റെ ദൈവമായ കർത്താവ് ഏകനാകുന്നു. ആ ഏകമായ കർത്താവിനെ മാത്രം നീ ആരാധിക്കുക. മറ്റൊരു നിന്റെ ബിംബമോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതാണ് 1ാമത്തെ ഇഖ്ലാസ്. അത് കഴിഞ്ഞ് മറ്റൊന്നിനെയും ആരാധിക്കരുത്. 3ാമത് വരുമ്പോൾ പറയുന്ന കൽപ്പനയാണ് പിന്നെ നിന്റെ മാതാപിതാക്കളെ. അപ്പൊ യഹൂദൻ മുതൽ ക്രിസ്ത്യാനി മുതൽ ഏത് മതത്തിലത് പറയാം, ഇതിൽ ഊന്നിക്കൊണ്ടുള്ള മാനവികതയിൽ ഊന്നിക്കൊണ്ടുള്ള എല്ലാ മതത്തിൻ്റെയും ലക്ഷ്യമില്ല. കൃത്യമായി പറയുകയാണെങ്കിൽ എല്ലാ മതങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യാൻ മത്സരിക്കണം എന്നാണ്. എന്നെപ്പോഴും ഏറ്റവും ഇഷ്ടപ്പെട്ട വാചകമാണ് ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു വന്നസാര വസ്വാബീന മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലഹും അജ്റഹും മിൻ റബ്ബിഹി ലാ ഖൗഫുൻ അലൈഹിം വലാ യഹ്സനൂൻ. സൂറത്തുൽ ബഖറയിൽ 2ാമത്തെ ആയത്ത്, തൗബയിലും സൂറത്തുൽ തൗബയിലും എന്താ ഇന്നല്ലദീന ആമനു വിശ്വസിച്ചവനാകട്ടെ. അതായത് അറബി പ്രവാചകനില്ലെങ്കിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചവരാകട്ടെ. വല്ലദീന ഹാദു യഹൂദനാകട്ടെ, വന്നസാര നസ്രാനിയാകട്ടെ, ഷാബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഹിന്ദുക്കളെ പോലുള്ള ആ നാട്ടിലെ ഗോത്രവർഗ്ഗക്കാരായിട്ട് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ആരും തന്നെയുമായി നിങ്ങൾ എന്താ ചെയ്യുന്നത്? ദൈവത്തിൽ വിശ്വസിക്കുക. പിന്നെന്ത് ചെയ്യണം? സ്വാലിഹായിട്ടുള്ള ആളുകൾ നന്മ പ്രവർത്തിക്കുന്നവർക്ക് അവസാനം വന്നാലത് നമ്മൾ ദൈവവിശ്വാസം എന്ന് പറയും. നമ്മളത് ഏത് വിശ്വാസമാണെങ്കിലും പിന്നെ അത് ഇൻഷുറൻസ് കമ്പനിയാകുമ്പോൾ തൻ്റെ അടിപൊളി വേറെ ഇൻഷുറൻസിൻ്റെ പ്രശ്നമില്ല. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഷുറൻസും മനുഷ്യൻ ഇൻഷുറൻസ് കൊടുക്കാനുണ്ടായതാണെന്നുള്ള ബോധത്തിൽ എല്ലാ ദൈവവും ഒന്നേയുള്ളെങ്കിൽ ഒരൊറ്റ ദീനയും ഒരൊറ്റ മതമേ ഉണ്ടാവാൻ സാധിക്കും. അത് കാലാകാലങ്ങളിൽ പല ഇടങ്ങളിൽ പല രീതികളിൽ അതിനാവിർഭവിച്ചു. അതിനൊക്കെ ദൈവം രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആര് തന്നെയാണ് സ്വാലിഹായിട്ട് അവന് എല്ലാ കൗശലി യാതൊരു പേരും നിൽക്കണം. അവന് ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വരില്ല. ഇത് തന്നെയാണ് യേശുവിനെ പഠിപ്പിക്കൽ. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കും. നിന്റെ ഈ എളിയ സഹോദരൻ ചെയ്യാതിരുന്നപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. എനിക്ക് ദാഹിച്ചു എനിക്ക് വെള്ളം തന്നില്ല, എനിക്ക് വസ്ത്രമില്ലായിരുന്നു എനിക്ക് വസ്ത്രം തന്നില്ല, ഞാൻ നഗ്നനായിരുന്നു ഞാൻ ഉടുപ്പിച്ചില്ല, ഞാൻ ഭക്ഷണമില്ലാതെ വിശന്നു നീ എനിക്ക് ഭക്ഷണം തന്നില്ല. അപ്പോൾ ചോദിക്കുക എപ്പോൾ താടിമുടി വെച്ചിട്ട് ഇങ്ങനെ കുറിച്ച് തൂക്കിയെത്തിയാൽ ഞങ്ങൾ കണ്ടില്ല. അപ്പോൾ അവരെ അങ്ങനത്തെ രൂപത്തിൽ കൊടുക്കാനല്ല പറഞ്ഞത്. നിന്റെ എളിയ സഹോദരന്മാർക്ക് ചെയ്തപ്പോഴെല്ലാം നീ എനിക്കാണ് ചെയ്തത്, ചെയ്യാതിരുന്നപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്യാതിരിക്കുന്നത് കൃത്യമായി പറയുന്നത്. ഇനി ഹിന്ദുമതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജനസേവയാണ് ജനാർദ്ദന സേവ, മാനവ സേവയാണ് മാധവ സേവ, നരസേവയാണ് നാരായണ, ജീവസേവയാണ് ശിവസേവ. അതിൻ്റെ അപ്പുറത്തേക്ക് നാരായണനെ വേറെ പഠിക്കണമെന്ന് ഒരിക്കലും ഒരു മതത്തിലും ഞാൻ ഒരു ഹിന്ദു മതത്തിലുണ്ട്. നരന് ചെയ്തതാണ് നാരായണൻ ചെയ്തതായി തുല്യമായി. മനുഷ്യനോട് കാരുണ്യം കാണിക്കാതെ ദൈവത്തോട് കാണിക്കാൻ ദൈവത്തിൻ്റെ പേര് പറഞ്ഞു. ഇങ്ങനെ ആയിരിക്കണം നമ്മൾ മതത്തിന് തിരിച്ചു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ ഞാൻ പ്രശ്നം അവതരിപ്പിച്ചിട്ടാണ് തുടങ്ങിയത്. ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾ നമ്മളെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഇത്തരത്തിനേക്കാൾ നല്ല സ്ഥാപനങ്ങളിലോ ഉണ്ടാകും. ആ സമയത്ത് നിങ്ങളത് പ്രിപ്പയർ ആകണം. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ യഥാർത്ഥമായ ദൈവത്തിൻ്റെ വെളിച്ചം, ദൈവത്തിൻ്റെ ആ ആർക്കും, ദൈവത്തിൻ്റെ ആ ഒരു എലിമെന്റ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോകാതെ ശ്രമിച്ചെങ്കിൽ മാത്രമേ ആ ദൈവത്തെ ഓർത്ത് നമ്മുടെ കുട്ടികളെ ചെയ്യാതിരിക്കും. ഇല്ലെങ്കിൽ ഈ ട്രാൻസിഷൻ തയ്യാറാണ്.
ഈ ട്രാൻസാക്ഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇനി അങ്ങോട്ട് നിങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കാൻ കഴിയില്ല. ഞങ്ങളെ മുന്നിൽ ഇപ്പം തന്നെ ഞങ്ങളെ കുടുംബത്തിന് എത്ര പേര് ജർമ്മനിക്കൊക്കെ പോയി പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ജർമ്മനിയിൽ UK എൻ്റെ മോള് കാനഡയിലാണ്, എൻ്റെ മോള് സ്വിറ്റ്സർലാൻഡിലാണ് വന്ന എത്ര പേര് ഞാൻ കാണാത്തത്. നിങ്ങളെ LKG കുട്ടി വരെ UK പഠിക്കാനുള്ള അവസരം വരുന്നു. ഈ കുട്ടീനെ വരെ നാളെ UK കൊണ്ട് കോളേജ് ഓരോ 12 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ഒരു വേണം സ്പോൺസറോ നല്ലാതെ അവർക്ക് എന്താ പറയുക. കഴിഞ്ഞൊരു കൗൺസിലിങ്ങിന് ഒരു തന്തി നാട്ടിലൊക്കെ വന്ന സമയത്ത് എനിക്ക് കുട്ടി വരെ പഠിച്ചത് കഴിച്ചു. എൻ്റെ കുട്ടി സ്കൂളിലാണ്, LKG പോലെ ഊട്ടിയിലാണ്, ഭയങ്കര അഭിമാനമുണ്ട്. അപ്പം ഞാൻ നമ്മളെ വീട്ടിൽ തൊപ്പുള്ള അവൻ്റെ കോമറേനും പട്ടിയിൽ വെച്ചു. അപ്പോൾ വീണ്ടും സ്വാമി അതാണ് പ്രശ്നം ചോദിച്ചത്. പട്ടിയല്ല പ്രശ്നം, പട്ടിയൊരു ജീവിയാണ്. പട്ടി പ്രശ്നം ഞാൻ പറയില്ല. പിന്നെന്താ പ്രശ്നം? ഊട്ടിയിലെ പട്ടീനെ വീട്ടിലുമാക്കി വീട്ടിലെ കുട്ടീനെ ഊട്ടിയിലുമാക്കി. അതാണ് പ്രശ്നം. ഊട്ടിയിൽ എന്നിട്ടോ അതിന് AC വേണം. ഇത് ഊട്ടിപ്പട്ടിക്ക് ഊട്ടി ക്ലൈമറ്റ് കിട്ടാൻ വീട്ടിൽ AC. ഈ വീട്ടിൽ വളർന്ന കുട്ടി എവിടെ വളർന്നത്? എന്നിട്ട് പിന്നെ അവസാനം ഞാൻ കിട്ടി ആ കുട്ടീനോട് പറഞ്ഞു, ഇയാളെ എനിക്ക് വെറും ഒരു സ്പോൺസർ അതാ ഞാൻ ആ വാങ്ങി കുട്ടീനോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞാൻ ഇതേപോലെ നാളെ എറണാകുളം പോയപ്പോൾ ടീഷർട്ട് മൈ ഫാദർ ഈസ് ATM മാനേജർ. ATM എനി ടൈം മണി എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് ATM. എപ്പോൾ പോയാൽ എനി ടൈം മണി. മൈ ഫാദർ ഈസ് മൈ ATM. അച്ഛനാണ് എനി ടൈം മണി കൊണ്ടടാ. അപ്പം ഇതൊക്കെ മാറണമെങ്കിൽ പഠിച്ചവൻ്റെ വിചാരമാണ്. കുറച്ചൊക്കെ നമ്മളെ മതങ്ങളെ വിചിന്തനം ചെയ്തുകൊണ്ട് റീഎഡിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയരുത്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത്. എല്ലാ മതങ്ങളോടും ഞാനത് പറയാം. എൻ്റെ മതത്തിൽ മാത്രം ഉണ്ടായാൽ മതി. നമ്മളൊക്കെ ഒരേപോലെ കാണുന്നില്ല. അല്ലാണ്ട് ഒരു മതത്തിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ വളരെ മതമൊന്നുമില്ല. എല്ലാ മതങ്ങളും ഈ കുട്ടികളൊക്കെയാണ് ഒരേ മാംസി വാസുദേവനൊക്കെ പടം കൂടുമ്പോൾ ഓലൊക്കെ അനുഭവിക്കുന്നത് പഠിക്കുന്നത് നല്ലതാണ്. നന്നായാലും ഇതിലൊക്കെ ഒരേ പ്രശ്നം. അപ്പം നമ്മളൊക്കെ ഒന്നിച്ചിരുന്നതിനൊക്കെ കുറേ സംസാരങ്ങൾ അങ്ങോട്ട് കൊണ്ടിരുന്നതാണ്. ഇതെൻ്റെ വീട്ടിൽ ആവർത്തിക്കാതിരിക്കണം. എൻ്റെ ഉള്ളിൽ ദൈവം എന്ന് പറയുന്ന സങ്കല്പം ഭയങ്കരമായിട്ടാണ്. അങ്ങനെ വേറൊരു സ്വഭാവം കാണുകടാന്ന് ചോദിച്ചാൽ കാണും. മറ്റൊക്കെ കാണുക എന്താ വസ്തുന്നത്. ആലമ്പൂർ ലീലാകൃഷ്ണൻ പണ്ടേതൊരു നോവൽ എഴുതി. അയാൾ ചെറുപ്പകാലത്ത് അയാൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ ബസ്സൊക്കെ കാത്തുന്നത് ഒരു വിവരമില്ലാത്ത സ്കൂളിൽ പോകാത്ത ഹൈദരാബാദിൽ വെറ്റിലൊക്കെ കച്ചവടം. ഒരു കൊട്ടയിൽ കച്ചവടം, ഒരു കൊട്ടയിൽ വേറെ. ഇതിന് 25 പൈസ, ഇതിന് 50 പൈസ. കണ്ടു കഴിഞ്ഞാൽ വ്യത്യാസമൊന്നുമില്ല കുട്ടികൾ. അങ്ങനെ ഇയാളെ നാട്ടിലൊന്നും മാറുന്ന സമയത്ത് ഇതെല്ലാം കൊടുക്കാനാക്കി കണ്ടെത്തുന്നു. അങ്ങനെ ഇയാൾ വളരെ വിഷമിച്ച് വീണ്ടും തിരിച്ച് 25 കൊണ്ടുപോകും. അങ്ങനെ ഒരു ദിവസം വലുതായി വലിയ കുട്ടിയായ ചോദിച്ചാൽ എന്താണ് കാര്യം? ഈ 75 ആയിപ്പോൾ നമ്മൾ എന്താ വ്യത്യാസം? കണ്ട ഒരു വ്യത്യാസമില്ല. കുട്ടിയെ കണ്ട ഒരു വ്യത്യാസമില്ല. പിന്നെന്താ? അത് ഇന്നലെ നല്ല വ്യക്തിയാണ്, ഇന്നുള്ള വ്യക്തി. ഇന്നുള്ള വ്യക്തിയിലേക്ക് 75, ഇന്നലെ വൈകുന്നേരം നല്ല വ്യക്തിയിലേക്ക് 50. അപ്പോൾ ഇയാൾ ചോദിച്ചിട്ട് ചോദ്യം, ഇത് ഞങ്ങളുടെ കലർത്തി വിറ്റാനൊക്കെ 25 കിട്ടൂടെ? പുതിയ മാനേജ്മെൻറ്റാണ്, പുതിയ മോഡൽ ബിസിനസ് എന്ന് പറയുന്നത്. ആരൊക്കെ മനസ്സിലാക്കുന്നത്? പുതിയതോ പറയുന്നത് ഇതൊന്നാ മനസ്സിലാവില്ല, ഇന്നാലും മനസ്സിലാവില്ല. പിന്നെ എന്തിനാണ് എത്ര സൂക്ഷ്മതയോട് കൂടി തിരിച്ചൊക്കെ പറഞ്ഞ ആ ഒരു അക്ഷരവും അറിയാത്ത ആ നാട്ടിലെ ഏറ്റവും തീരെ വിദ്യാഭ്യാസം ഇല്ലാത്ത കാക്കായിയായിട്ടുള്ള മനുഷ്യനാണ് ഈ അവസാനം. ഹൈദരാബാദിലാണ് അയാളെ ഉപയോഗിക്കുന്നത്. അയാൾ പറഞ്ഞൊരു വലിയ വിശ്വാസം അത് തിരിച്ചുകൊണ്ടുവരാൻ നമുക്ക് കഴിയട്ടെ. അതിന് വേണ്ടിയിട്ടൊക്കെ ആഗ്രഹങ്ങളെ പോലുള്ളവരുടെ കൂട്ടായ്മകളും നിങ്ങളുടെ നന്മകളുമുണ്ട്. നിങ്ങൾ ഈ ചെയ്യുന്ന ഈ നന്മ സ്വാലിഹായിട്ടുള്ള അമൽ തന്നെയാണ് ഈ ആവശ്യം. അതുകൊണ്ട് എന്താ ഞാൻ പ്രാർത്ഥിക്കുന്നത്? ഇവിടെ പ്രകാരമാകും ആരെ വരാൻ പറഞ്ഞു പിന്നെ പ്രാർത്ഥന. അപ്പോൾ ഏതായാലും ആവേഗം അദ്ദേഹം ഉണ്ടായിരുന്നു. നിശ്ചയമായും ഖുർആനിൽ നിന്ന് ഇബ്രാഹിം നബി കൂട്ടിൽ പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം തുറന്നുകൊണ്ട് തുറന്ന റബ്ബനാ ഇന്നകാന്ത സമീപത്തിൽ ദൈവമേ ഞങ്ങൾ നല്ല സ്വാഗതം. ദൈവം നീ സ്വീകരിക്കുന്ന ഒരു നന്മ പ്രവൃത്തിയാണ് ഞങ്ങളുടെ ഈ കാര്യം, ഞങ്ങളുടെ ഈ ഇന്നത്തെ പ്രവർത്തനം. ഞങ്ങൾ ദൈവമായിട്ട് ജീവിക്കുന്ന ഈ സാധനം ഒന്ന് ആക്കി തരമേ എന്നൊക്കെ പ്രാർത്ഥിക്കും. അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ നന്മയുടെ വിശുപ്രഭാതത്തിൽ നന്മയുടെ
നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിന്ന് നിങ്ങൾ ഇത്രയും സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചു പറഞ്ഞു. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ ഫലത്തിൽ ഗുണമാക്കി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു. അതിപ്രസംഗമായ കുറച്ച് കൂടി ഇനി എന്താ പറയുക, ഉദ്ഘാടനം പറഞ്ഞു പറയാണ്. ബിസ്മില്ലാഹിർ കാരുണ്യമാണ് കരുണാനിധിയൊക്കെ ആയ ദൈവത്തിൻ്റെ നാമത്തിൽ നാമപ്രധാനത്തിൽ പറഞ്ഞാലും ഇംഗ്ലീഷിൽ പറഞ്ഞാലും ആരും പറഞ്ഞാലും കർത്തല്ല, അങ്ങനെയുള്ള ദൈവത്തിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു. ഓക്കെ, താങ്ക് യു. സാമൂഹിക കയ്യടി കൊടുക്കാം. നമുക്ക് ഉദ്ഘാടനം ചെയ്തത് എന്തായാലും ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഒരു മണിക്കൂർ കൊണ്ട് ഷോർട്ടായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അതായത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 2000-ന് മുന്നേ വന്ന ആളുകൾക്ക് മാത്രമേ ഇനി ഇങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റേതിപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞത് നമ്മുടെ കുട്ടികളെ കുഴപ്പം കൊണ്ടല്ല. ആ ഒരു 20 വർഷത്തെ ക്യാമ്പ് വന്നപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI വന്നു. ഇനി അടുത്ത നമ്മളൊക്കെ പോലെ ആളുകൾ നോക്കാൻ ചിലപ്പോൾ അത് AI ഇരിക്കും. മിഠായി വിതരണോ ചായ കൊടുത്തരാനും ജനങ്ങളുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ ഗുരുജി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ അവരെ ഒരു ഫ്രണ്ടായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അവരുടെ സേവനം നമുക്ക് കിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലെ പിന്നെ പല ജീവനക്കാരുടെ പ്രവർത്തനവും ഇതുപോലെയുള്ള വൃദ്ധസദനവും എല്ലാം നമുക്ക് സന്ദർശിക്കാനൊക്കെ നമുക്ക് മാത്രമേ മനസ്സുള്ളൂ. ഇപ്പോൾ പറഞ്ഞു നമ്മുടെ ഉമ്മ നമ്മുടെ ATM ആണ്, ശരിയല്ലേ? ഉമ്മ പൈസ തന്നിട്ടില്ലെങ്കിൽ എന്താണ്, നേരം കൊണ്ട് ചിലപ്പോൾ ജീവൻ പോലും ഉണ്ടാവില്ല. അപ്പോൾ പഴയ കാലത്ത് കുട്ടികൾ അല്ലത്. പണ്ടൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും മോട്ടിവേഷനോ ഇങ്ങനത്തെ ക്ലാസ്സോ ഒന്നും തരേണ്ട ആവശ്യമില്ല, ഇല്ലല്ലോ. നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ പിന്നെ പ്രായം കൂടുതലുള്ള ആളുകൾ നമ്മളോട് എന്ത് കാര്യം പറഞ്ഞാലും ബഹുമാനമോ സ്നേഹമോ ഉണ്ടായിരുന്നു. ഇത് മതം പോലും എന്താണ് വേണമെന്ന് ചിന്തിച്ച് നടക്കുന്ന ആളുകളാണ്. അപ്പോൾ എല്ലാ മതത്തിൽ പറഞ്ഞ കാര്യം ഷോർട്ടായിക്കൊണ്ടാണ് നമുക്ക് സ്വാമി നമുക്ക് പറഞ്ഞു തന്നത്. ഇത് എന്തിനാണ് നമ്മൾ ഒരു കേൾക്കുന്നത്, നമ്മൾ താഴെ വരുന്ന ജനറേഷൻ നമ്മളത് കോപ്പി പേസ്റ്റ് ആക്കിക്കൊണ്ടോ, എല്ലാം കോപ്പി പേസ്റ്റ് ആണ്. അതിന് സമയമില്ല, അല്ലേ?
കരുവാരക്കുണ്ട് സ്കൂളിലെ ഞങ്ങൾ 92 ബാച്ച്. അപ്പോൾ ആ ബാച്ചിൽ പ്രത്യേകിച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഊരിൻ്റെ പേരാണ്, പിന്നെ അത് ഓർമ്മയില്ല. ഏതായാലും നിങ്ങളുടെ ബാച്ചിൻ്റെ ഒരു സംഘം ഇതുപോലത്തെ ഒരു സ്ഥാപനത്തിൽ വെച്ച് നടത്താൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ച ആ തീരുമാനത്തെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കാണ്. ഞങ്ങളൊന്നും അങ്ങനെ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യമാണ്. ഒരു സംഗതി അഭിനന്ദിക്കുകയാണെന്ന് പറയുമ്പോൾ എന്താ ചെയ്യട്ടെ, ഒന്ന് ജസ്റ്റ് ഒന്ന് കൈയ്യടിക്കട്ടെ. അപ്പോൾ ഞാൻ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഉദ്ദേശിച്ചത് എനിക്കറിയില്ല. ഞാൻ ചെറുതായിട്ട് 10-15 മിനിറ്റിനുള്ളിൽ ഒരു ചെറിയ 1-2 കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ഇവിടെ ഇപ്പോൾ ഈ കൂടൽ എന്ന് പറയുന്ന പിന്നെ ബാച്ചിൻ്റെ ആളുകളുണ്ട്, അതേപോലെ തന്നെ ഇവിടുത്തെ അന്തേവാസികളും. 2 കൂട്ടരോട് ഒന്നിച്ചെന്താണ് സംസാരിക്കാന്നുള്ളതിനെ ഞാൻ കൺഫ്യൂസ്ഡാണ്. എങ്കിൽ ആദ്യമായിട്ട് ഞാൻ ചെറിയൊരു പാട്ട് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ, പാട്ട് കേട്ടിട്ട് നമുക്ക് തുടങ്ങാം. റഫീഖ് തിരുവള്ളൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം റഫീഖ് തിരുവള്ളൂർ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ പോസ്റ്റ് വായിച്ചിട്ട് എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ 10-12 മിനിറ്റ് കൊണ്ട് ചുരുക്കി പറയും. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ആമി അദ്ദേഹത്തിൻ്റെ മോള് 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം സ്കൂളിൽ നിന്നും അവളെയും ആങ്ങളമാരെയും എനിക്ക് വീട്ടിലേക്ക് വരികയാണ്. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് മിക്കവാറും ആളുകളൊക്കെ വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്കതിന് ചെറിയ കാര്യം പറയേണ്ട, അതുകൊണ്ടാണ് ഞാനിത് വായിക്കാൻ കാരണം. അപ്പോൾ ഈ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പെൺകുട്ടിയെയും 2 ആങ്ങളമാരെയും കൂട്ടിയിട്ട് ഈ ഉമ്പാച്ചി കാറിൽ സ്കൂളിൽ ഇങ്ങനെ വരികയാണ്. വരുന്ന സമയത്ത് ഈ വേറെ കുറേ സംഭവമുണ്ട്, അത് വിടാം. ഈ പെൺകുട്ടി പറയാണ്, 8 വയസ്സുള്ള പെൺകുട്ടി പറയാണ്, എനിക്ക് ഈ ലൈഫ് വർക്കാവുന്നില്ല, ഭയങ്കര ബോർഡമാണ്, ഞാൻ ഹാപ്പിയല്ല, എനിക്കൊരു എസ്കേപ്പ് വേണം, ഈ ലൈഫ് ഭയങ്കര ബോറാണ്, എനിക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുന്നതാണ് ഈ പെൺകുട്ടി പറയുന്നത്. അപ്പോൾ ആങ്ങൾ പറയണത് ഇതൊരു വാല്യൂ സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഒരു അവ്യക്തമായ വർത്താനാണെന്ന് പറയുന്നത്. കോൺക്രീറ്റ് ആയിട്ട് കാര്യം വ്യക്തമായിട്ട് പറയാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മാപ്പ് പറയുന്നുണ്ട്, നിനക്ക് ലൈഫ് ബോറെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന വീട്ടിൽ നിനക്ക് ലൈഫ് ബോറെന്ന് പറയുമ്പോൾ എനിക്ക് പ്രയാസം ഉണ്ടെന്നും അയാൾ പറയുന്നുണ്ട്. ഓക്കെ അപ്പോൾ ആ ആമി എന്ന് പറയുന്ന പെൺകുട്ടി കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്, എന്നും ഒരു ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ കൂടുതൽ പെട്ട ആളുകൾ, അവരെ ഗെറ്റുകളിൽ വന്നിട്ടുള്ള ആളുകൾ, മറ്റുള്ള ആളുകളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയണേ. ആ പെൺകുട്ടി പറയണത് അങ്ങനെയല്ല ഞാൻ പറയുന്നത്, എന്നും ഒരേ സ്കൂള്, ഒരേ ടീച്ചേഴ്സ്, ഒരേ ക്ലാസ്മേറ്റ്സ്, ഡെയിലി ഒരേപോലെ പീരീഡുകൾ, ഇങ്ങനെ ഒരു ലൈഫ്. അപ്പം അതിൻ്റെ ഇടയിൽ ആങ്ങള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, സെയിം ഉമ്മ, സെയിം പാപ്പ, സെയിം ഹോം, സെയിം ഫാമിലി. ഭയങ്കര ബോറാണെന്നാണ് ഈ പറയുന്നത്. അപ്പോൾ അതിന് തുടർന്ന് പിന്നെ ഈ പെൺകുട്ടി പറയുന്നത് എന്താ വെച്ചാൽ, എനിക്ക് ലൈഫിൽ ഹാപ്പിനെസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, എക്സൈറ്റ്മെൻറ്റ് ഇല്ല. അപ്പം ഇവിടെ പിന്നെ ഇതിങ്ങനെ തുടർന്ന് പോവാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കുന്നത്, നമ്മളുടെ കുട്ടികൾ, ഇപ്പോൾ ചെറിയ കുട്ടികൾ കടന്നു പോകുന്ന ട്രോമ, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസിക സംഘർഷം എന്താണെന്ന് ഒരൊറ്റ പോസ്റ്റിലുണ്ട് സത്യത്തിൽ. അപ്പം ഞാനിത് ആദ്യം എൻ്റെ വീട്ടിൽ
കുടുംബയോഗം നടക്കാറുണ്ട് എല്ലാ ആഴ്ചയിലും. അപ്പം എൻ്റെ ചെറിയ മോന് 20 വയസ്സാണ്. അതിൻ്റെ മോളത്തെ തൊട്ട് മുകളിലുള്ള മോന് 23 വയസ്സാണ്. അപ്പോൾ അവരോട് ഞാൻ ഈ പോസ്റ്റിനെ പറ്റി സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അപ്പം ഞങ്ങളൊക്കെ ഇത് കുറേ ആയിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചെറിയ കുട്ടികൾ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളും ഇത്രയും വലിയ ബോറ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ബോറായ ലൈഫിലൂടെയാണ് കടന്നു പോകുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഒരു ഏകദേശം ഒരു SIO മീൻസ് ഒരു 18-19 വയസ്സ് പ്രായമുള്ള കുട്ടികൾ അവരുടെ ഒരു ഗ്യാങ്ങിൽ ഞാൻ വിളിച്ചത് ഇതേ പോസ്റ്റ് വായിച്ചിട്ട് ചർച്ച ചെയ്തു. നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് വെച്ചപ്പോൾ ആ കുട്ടികൾ പറഞ്ഞത് നമുക്ക് ശ്രദ്ധിക്കണം. അവർ പറഞ്ഞത് ഒരുതരം മാട്രിക്സിലൂടെയാണ് ഞങ്ങളിപ്പോൾ കടന്നു പോകുന്നത്. ഞങ്ങൾക്ക് ഇതിൽ ഭയങ്കര പ്രതിഷേധമുണ്ട്. ഏതെങ്കിലും സമയത്ത് ഇത് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇതിൻ്റെ മാട്രിക്സ് എന്ന് വെച്ചു. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. നേരെ പഠിക്കുക, എന്നിട്ട് 10-12 വിഷയങ്ങളുടെ ടെക്സ്റ്റും നോട്ടും ബാഗിലാക്കുക, എന്നിട്ട് അതിങ്ങനെ ചുമന്ന് കണ്ട് സ്കൂളിൽ പോവുക, എന്നിട്ട് കെമിസ്ട്രി ബയോളജി ഫിസിക്സ് എന്ന് പറഞ്ഞ് ചൊല്ലി പഠിക്കുക, എന്നിട്ട് ഇങ്ങനെ ഇവർ പറഞ്ഞ ഇമ്പോസിഷൻ എഴുതുക, അവർ പറഞ്ഞ പോലെ ചോദ്യോത്തരങ്ങൾ എഴുതുക, എന്നിട്ട് ആ സാധനം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. എന്തിനാണ് ഞങ്ങളെക്കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടിക്കുന്നത് എന്നാണ് അവർ സംസാരിച്ചത്. 17-18-19 വയസ്സല്ല. ഞാൻ പഠിപ്പിക്കുന്ന 8ാം ക്ലാസ്സിലെ കുട്ടികളോട് ഞാൻ ഈ വിഷയം ഈ പോസ്റ്റ് തന്നെ അവർക്ക് വായിച്ചു കൊടുത്തിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ ഇതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്ന് വെച്ചപ്പോൾ, സാറേ ആ കുട്ടി 8 വയസ്സായ കുട്ടി പറഞ്ഞതിനേക്കാളും വെരി പൂർ ലൈഫാണ് ഇപ്പം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികൾ എന്തോ ഒരു വലിയ ട്രോമ അല്ലെങ്കിൽ ഒരു വലിയ ഒരു പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ നമ്മളുടെ ഗാർഹിക രംഗത്തൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അല്ലെങ്കിൽ കുട്ടികൾ വല്ലാത്തൊരു പൊട്ടിത്തെറിയിലേക്ക് പോകും എന്ന് ഞാൻ സൂചിപ്പിക്കാൻ. ഇനി ഇതിൻ്റെ ബാക്കി ഭാഗത്തേക്ക് വരാം. ഈ ഉമ്പാച്ചിയുടെ പോസ്റ്റ് വായിച്ചത് എൻ്റെ സുഹൃത്ത് റഷീദ് ഉദവി ഏലംകുളം എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പുതിയ കാര്യത്തിലുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ ഭയങ്കര നന്നായിട്ട് എഴുതുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹം അതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾ നല്ല ഭക്ഷണം, അവരാഗ്രഹിക്കുന്ന ഭക്ഷണം ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ഭക്ഷണം ആഗ്രഹിച്ചാലും അപ്പം കിട്ടും. അതുപോലെ തന്നെ അവർക്ക് നല്ല വസ്ത്രങ്ങൾ, അത് അവരെ സംബന്ധിച്ചിടത്തോളം എന്തല്ല ഒരു എക്സൈറ്റ്മെന്റ് അല്ല. എപ്പോൾ വേണമെങ്കിലും എല്ലാ ഫങ്ഷൻസിനും ഏത് പരിപാടിക്ക് പോകണമെങ്കിലും പുതിയ ഡ്രസ്സ് കിട്ടും. അതുപോലെ തന്നെ അവർ ജീവിക്കുന്ന നല്ല സൗകര്യമുള്ള വീടുകളിലാണ്, നല്ല സൗകര്യമുള്ള സ്കൂളുകളിലാണ് പഠിക്കുന്നത്. ഒന്നിനും ഒരു കുറവുമില്ല. നല്ല സ്നേഹമുള്ള എന്താ പറയുക, കുട്ടികളുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നിന്നു കൊടുക്കുന്ന മാതാപിതാക്കളാണ് ഇപ്പോൾ ഉള്ളത്. അതേപോലെ തന്നെ നല്ല കൂട്ടുകെട്ടും ഫ്രണ്ട്സൊക്കെയാണ് അവർക്കുള്ളത്. സ്കൂളിലേക്ക് അവർക്ക് വണ്ടിയിൽ പോകാം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ ഒന്നിനും ഒരു കുറവില്ല. അപ്പോൾ എന്ത് കൊടുക്കാനാണ് നമ്മുടെ കുട്ടികളെ സന്തോഷിപ്പിക്കുക? നമ്മുടെ കുട്ടികൾക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവാൻ അല്ല സന്തോഷിപ്പിക്കാൻ എന്താണ് നമുക്ക് കൊടുക്കാൻ പറ്റിയ? എന്ത് കൊടുത്തിട്ടാണ് നമ്മുടെ കുട്ടികളെ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റിയ? ഒന്നും കൊടുത്ത് സന്തോഷിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ അതിന് ഉള്ള മാർഗം എന്ന് പറയുന്നത് റിയൽ ലൈഫ് എന്താണ്? അതായത് അവർ കാണുന്ന ലോകത്തിനപ്പുറം വേറൊരു ലോകം ഉണ്ട് എന്ന് അവർ ബോധ്യപ്പെടുത്തുക. അപ്പോഴാണ് അവർക്ക് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകം എന്താണെന്ന് മനസ്സിലാവുക. അപ്പം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകം ഈ ലൈഫിനപ്പുറം വേറൊരു ലോകമുണ്ട്. അങ്ങനത്തെ ഒരു ലോകമാണ് ഹിമ. ഇപ്പം ഇവിടേക്ക് നമ്മളെല്ലാവരും വന്നപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ കൂട്ടി വരേണ്ടതായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ പ്രായമായ രോഗികളായിട്ടുള്ള നിരാലരായിട്ടുള്ള കുറേ മനുഷ്യർ ഇവിടെ ഉള്ളതായിട്ട് അവർ കാണണം. ഇപ്പോൾ ഗസ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കറിയാം 2 വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഉപരോധത്തിൻ്റെ ഭാഗമായി മിഞ്ഞാന്ന് ഒരു കുട്ടിയുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന ചിത്രം കണ്ടു. ആ ചിത്രം കേവലം 3-4 എല്ലിൻ കഷ്ണത്തിൻ്റെ മുകളിൽ ഒരു തൊലി ഇങ്ങനെ പൊതിഞ്ഞ പോലെ ആ കുട്ടിയെ മയ്യത്ത് കുളിപ്പിക്കണം. എന്താണ് ഒരു 3-4-5 എല്ലിൻ കഷ്ണങ്ങൾ, അതിൻ്റെ പുറത്തൊരു തൊലി മാത്രമേ ഉള്ളൂ, മാംസമില്ല. പട്ടിണി എന്ന് പറയുന്ന സംഗതി ലോകത്തുണ്ട് എന്ന് കുട്ടികളറിയണം. യൂസ്ഫലി കേച്ചേരിയുടെ വേദം എന്ന് പറയുന്നൊരു കവിതയുണ്ട്.
വേദം. ആ വേദം എന്ന് പറയുന്ന കവിത ഈ ലോക ഭീകര യുദ്ധങ്ങളുണ്ടായ സമയത്ത് ഭയങ്കരമായ ഭക്ഷ്യക്ഷാമം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായി. ആ ഭക്ഷ്യക്ഷാമം ഉണ്ടായപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് വീട്ടിൽ സൗകര്യമുള്ളതുകൊണ്ട് ആ വീട്ടിൽ കഞ്ഞി വെച്ചിട്ട് പാവങ്ങളായ ആളുകൾക്ക് കൊടുക്കുമായിരുന്നു. പക്ഷെ ആ ഒഴിച്ചു കൊടുക്കുന്ന കപ്പിൽ ഒഴിച്ചു കൊടുക്കുന്ന കഞ്ഞിയിൽ 1-2 വറ്റുകളൊക്കെ മാത്രമാണ് പലപ്പോഴും ഉണ്ടാവുക. അപ്പോൾ ആ യൂസ്വലി കേട്ടിരുന്ന കുട്ടി രാവിലെ കഞ്ഞി കുടിക്കാൻ വേണ്ടി ചോറ് തിന്നാൻ വേണ്ടി ഇരിക്കുമ്പോൾ ആ ചോറിൽ മീൻ പൊരിച്ചതില്ല, അതുപോലെ തന്നെ നല്ല കറിയില്ല, ഉപ്പേരിയില്ല, പപ്പടമില്ല. ഇതിൻ്റെ പേരിൽ ഈ കുട്ടി പ്രതിഷേധിക്കാൻ. ആ കുട്ടി പ്രതിഷേധിക്കുമ്പോൾ ഈ ഉമ്മ കുട്ടിയെ പിടിച്ച് നേരെ അടുക്കളപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അടുക്കളപ്പുറത്ത് കൊണ്ടുപോയി ചെല്ലുമ്പോൾ വലിയ കലത്തിൽ കഞ്ഞി കലക്കി വെച്ചിട്ടുണ്ട്. ഓരോരോ വറ്റോട് കലത്തിൽ കോരിയാൽ 1 വറ്റോ 2 വറ്റൊക്കെ കിട്ടുള്ളൂ. അങ്ങനത്തെ കഞ്ഞി ഇങ്ങനെ കോരി അത് കിട്ടിയാൽ കുടിക്കാൻ വേണ്ടി ആർത്തിയോടെ കാത്തു നിൽക്കുന്ന ഒരുപാട് പട്ടിണി പേക്കോലങ്ങളെ ആ ഉമ്മ എന്ത് ചെയ്യണം, ഈ കുട്ടിക്ക് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അവസാനം പറയുന്ന ഒരു വാചകമുണ്ട്. ആ വാചകമാണ് കവിതയിൽ. ആ കവിതയ്ക്ക് വേദം എന്ന് പേര് കിട്ടാനുള്ള കാരണം, ഏതൊന്നറിഞ്ഞാലും മറ്റെല്ലാം അറിയാം, ആ വേദം വിശപ്പെന്നറിഞ്ഞുകൊണ്ടല്ല, പൈക്കുന്ന പള്ളക്ക് ഇരതേടി വാടുന്ന ഭാവത്തിൽ കാണാൻ പടച്ചവരെ എന്നാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന ഏറ്റവും വലിയ പാഠം വിശപ്പാണെന്നാണ്. അപ്പം ഇങ്ങനെ വിശപ്പ് അനുഭവിക്കുന്ന മനുഷ്യർ ലോകത്തുണ്ടെന്ന് ഗസയടക്കമുള്ള, അതുപോലെ തന്നെ ഭക്ഷ്യക്ഷാമം അനുഭവിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളടക്കമുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ മനുഷ്യർ ജീവിക്കുന്നു എന്ന് നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തിയാൽ അവർക്ക് ഇപ്പോൾ എനിക്ക് കിട്ടുന്നത് വലിയ സൗഭാഗ്യമാണ് എന്ന ബോധം ഉണ്ടാവും. ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ നമ്മളെ കുട്ടികൾ വെറുതെ എങ്കിലും ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ നമ്മൾ ടൂർ പോണതിന് പകരം ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകാം. എൻ്റെ ഉമ്മ സോഡിയൊക്കെ കുറഞ്ഞ് തീരെ വയ്യാതായിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന രംഗം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. കിടക്കാൻ സ്ഥലമില്ല, ചവിട്ടാൻ ഒരു സ്ഥലമില്ല. അപ്പം ഇങ്ങനെ ഈ ചുമലിൻ്റെ ഇതേപോലത്തെ ഒരു മൂലയിൽ പ്ലാസ്റ്റിക്കിൻ്റെ പായിട്ട് അവിടെ കിടത്താൻ ഓർമ്മയില്ല, ബോധമൊന്നുമില്ല. അവിടെ കിടത്തിയിട്ട് മൂത്രത്തിന് ട്യൂബിട്ടിട്ടുണ്ട്, മൂത്രം പോകുന്നില്ല. കാരണം എന്താണ്, ഒരേ ലെവലിലാണ് ഇത് വെച്ചിട്ടുള്ളത്. അവസാനം ഒരു കട്ടിലിൽ വണ്ണം കുറഞ്ഞ, ഉമ്മയെ പോലെ വണ്ണം കുറഞ്ഞ ഒരു ചേച്ചി കിടക്കുന്ന കട്ടിലിൽ തലതിരിച്ച് ഉമ്മയെ കിടത്തിയതിനു ശേഷം ഈ മൂത്രത്തിൻ്റെ സഞ്ചി താഴേക്ക് വിടുമ്പോഴാണ് ആ മൂത്രം നല്ല രീതിയിൽ പോകുന്നത്. ഇതുപോലെ അനുഭവിക്കുന്ന, ഇന്നും മനുഷ്യർ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ഹോസ്പിറ്റലുകളിലേക്ക് നമ്മളുടെ കുട്ടികളുമായിട്ട് നമ്മൾ പോകണം. അപ്പോഴാണ് ജീവിതത്തിൽ അവർക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. ഇതും ഒരു ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ ഓർഫനേജിൽ പഠിച്ചതാണ് 10 വർഷം, കരുവാരക്കുണ്ട് ഞാൻ ഓർഫനേജിൽ. അതിനുശേഷം ഞാൻ ഓർഫനേജിൽ ജോലി ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ ചെറുതുരുത്തി ഓർഫനേജിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ഉമ്മ, അതിൻ്റെ ഭർത്താവ് മരിച്ച്, എന്നിട്ട് അതിന് നേരെ കല്യാണം വരികയാണ്. കല്യാണം വരുമ്പോൾ 4-4 വയസ്സുള്ള ആൺകുട്ടി തടസ്സമാവുകയാണ്. കല്യാണം അന്വേഷിച്ച് വരുന്ന ആൾ പറയുന്നത്, ഈ കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ കല്യാണം കഴിക്കൂല എന്നാണ്. അതിനെ വേണമെങ്കിലും ഒഴിവാക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഗത്യന്തരമില്ലാതെ ആരും സംരക്ഷിക്കാനില്ലാത്തതുകൊണ്ട് ഈ ഉമ്മ ഈ കുട്ടിയെ ഓർഫനേജിൽ കൊണ്ടുവന്നാക്കണം. അപ്പം ഞാനവിടെ അധ്യാപകനാണ്. കുട്ടികളിങ്ങനെ നിരക്കേ കിടക്കുന്നതിനോട് ചേർന്നാണ് എൻ്റെ മുറി. അപ്പോൾ ഈ 4-4 വയസ്സുള്ള ഫയാസ് എന്ന് പറയുന്ന കുട്ടിയെ ആ ഓർഫനേജിൽ കൊണ്ടുവന്നാക്കിയിട്ട് ആ കുട്ടി നട്ടപ്പാതിരാക്ക് എഴുതിയിട്ട് ഉമ്മാന്ന് പറഞ്ഞിട്ട് കാര്യം. അപ്പം ഉമ്മ കല്യാണം കഴിഞ്ഞ് പോയി, തമിഴ്നാട്ടിൽ കൊടുക്കൊണ്ട് കല്യാണം കഴിഞ്ഞ് പോയത്. ആ കുട്ടി ഇങ്ങനെ ആർത്ത് കരയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഓർഫനേജ് ജീവിതം ഞാൻ ആലോചിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ കുട്ടിയെ ചെന്നിട്ട് മാറോട് ചേർത്ത് ഇങ്ങനെ പിടിക്കും. അപ്പം ഏകലുണ്ടല്ല, ഉമ്മാന്ന് വെച്ചിട്ടുള്ള ആ ഏകലിൻ്റെ ആ ഏകലടി എൻ്റെ നെഞ്ചിൽ ഞാൻ അടിക്കണം. ഞാൻ എപ്പോഴും ഓർക്കണം. അപ്പോൾ ഓർഫനേജുകൾ അത് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി കാണിക്കണം. അതുപോലെ തന്നെ ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ട്. ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായാലും നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പം അങ്ങനെയുള്ള കുട്ടികളുള്ള അവരെ പഠിപ്പിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകളിലേക്ക് ഒരു ദിവസം നമ്മൾ മക്കളേക്ക് പോവാം. എന്നിട്ട് അവിടെ ആ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചിട്ടുള്ള കുട്ടികളെ കാണിച്ചു കൊടുക്കാം.
അവരും നമ്മളെപ്പോലെ മക്കളാണ്, പക്ഷെ അവർക്ക് നമ്മളെപ്പോലെ ജീവിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കാണുന്ന ടിവിയിലുള്ള മൊബൈലിലുള്ള കളർഫുള്ളായ ആ വർണ്ണശബളമായ ലോകത്തിനപ്പുറം മറ്റൊരു ലോകമുണ്ട് എന്ന് കുട്ടികൾക്ക് മനസ്സിലാവുക. മാനസികമായ നില തെറ്റിയ ആളുകളുണ്ടാവുക. ആ ആളുകളെ ഏതെങ്കിലും ഒരു ഭ്രാന്താശുപത്രി സന്ദർശിക്കാം. ഇങ്ങനെ ജീവിതത്തിൻ്റെ കണ്ണ് കാണാത്ത കുട്ടികൾ താമസിക്കുന്ന സ്ഥലത്ത് സ്പെഷ്യൽ സ്കൂളുകൾ, അവിടെ പഠിപ്പിക്കുന്ന അവിടെ ഒറ്റ കുട്ടിക്കും കണ്ണ് കാണില്ല. അത്തരം സ്കൂളുകളിൽ നമ്മൾ കൊണ്ടുപോയിട്ട് നമ്മുടെ മക്കളെ കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ മറുവശം എന്താണെന്ന് ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അവർക്ക് എക്സൈറ്റ്മെന്റ് എന്താണ്, ജീവിതത്തിലെ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലപ്പോൾ നമ്മൾ എല്ലാ സൗകര്യങ്ങളും ഇങ്ങനെ മുന്നിലേക്ക് വിളമ്പി കോരി വാരി കൊടുത്ത് മക്കളെ വളർത്തുമ്പോൾ അവർ യഥാർത്ഥ ജീവിതം തിരിച്ചറിയാതെ പോകും. അപ്പോൾ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാറ്. ഗൾഫിൽ ജോലി ചെയ്യുന്ന ഭാര്യയും ഭർത്താവും. അപ്പോൾ അവർക്ക് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ആൺകുട്ടി 10ാം ക്ലാസ്സിലാണ്, പെൺകുട്ടി 3ാം ക്ലാസ്സിലാണ്. അപ്പോൾ രണ്ടുപേരും ഇവരെല്ലാവരും ഒന്നിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഭർത്താവിന് വേറെ ജോലിയാണ്, ഭാര്യയ്ക്ക് വേറെ ജോലിയാണ്. അപ്പോൾ എല്ലാവരും ഒന്നിച്ചിറങ്ങി കുട്ടികൾ രണ്ടുപേരും സ്കൂളിലേക്ക് പോകുന്നു, ഇവർ രണ്ടുപേരും ജോലി സ്ഥലത്തേക്ക് പോകുന്നു. പക്ഷെ വൈകുന്നേരത്തുള്ള പ്രശ്നം, നേരത്തെ കുട്ടികൾ വരും, മാതാപിതാക്കൾ വൈകിയാണ് വരിക. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ കയ്യിലുള്ള ആ ടാബിൽ അവരിഷ്ടമുള്ള കാർട്ടൂണുകൾ കാണും. ആൺകുട്ടി തൻ്റെ കയ്യിലുള്ള ടാബിൽ ഗെയിമുകൾ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ മാതാപിതാക്കൾ എത്തിയാൽ ഇവർ നേരെ റൂമിൽ കയറുന്നു, വീട്ടിൽ കയറിയാൽ പിതാവ് നേരെ പോയിട്ട് ലാപ്ടോപ്പ് തുറക്കുന്നു, അയാളുടെ ജോലിയുടെ ബാക്കി ചെയ്യുന്നു. ഉമ്മ എന്ത് ചെയ്യുന്നു? നേരെ അടുക്കളയിൽ പോകുന്നു, ഭക്ഷണം പാകം ചെയ്യുന്നു. ആൺകുട്ടി ഗെയിമിൽ വ്യാപൃതനാകുന്നു, പെൺകുട്ടി ഒന്നുകിൽ ടിവിയിൽ അല്ലെങ്കിൽ മൊബൈലിൽ എന്ത് ചെയ്യുന്നു? അവര് ആ കാർട്ടൂൺ ഫിലിമുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ആ ഉമ്മ ഒരു ദിവസം രാത്രി പെട്ടെന്ന് വയറുവേദന വരികയാണ്. കഠിനമായ വയറുവേദനയിൽ അവർ കിടന്ന് പൊളയാണ്. അങ്ങനെ പൊളയുമ്പോൾ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടിയോട് എനിക്കിത് ബോറാണ് എന്ന്, എന്നും ഒരേ സ്കൂള്, ഒരേ ക്ലാസ്മേറ്റ്, ഒരേ ടീച്ചേഴ്സ്, ഒരേ പീരീഡ്, എനിക്ക് ബോറടിച്ചിട്ട് വയ്യ എന്നവർ പറയും. കാരണം എന്താണ്? യഥാർത്ഥ ജീവിതം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു മറുവശം അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വേറൊരു മുഖം അവർ കണ്ടില്ലെങ്കിൽ അവർക്ക് കിട്ടുന്നതൊന്നും എക്സൈറ്റ്മെന്റ് ഇല്ലാത്തതായി മാറും. അപ്പം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾ ഈ പരിപാടി നടത്തിയത് തീർച്ചയായും അഭിനന്ദനാർഹമാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ഒരു നിർദ്ദേശമാണ്, ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ നമ്മുടെ കുട്ടികളെ കൂടി അതിൻ്റെ ഭാഗമാക്കായി നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കുട്ടികളെ കൂടി കൺവിൻസ് ചെയ്യാൻ, പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബോറ് പിടിച്ച പരിപാടിയാണ്. അതുപോലെ തന്നെ ചില സദസ്സുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ പ്രസംഗം കേട്ട് മരവിച്ചിരിക്കുന്ന ആളുകളോട് വീണ്ടും അതിൻ്റെ മുകളിൽ സംസാരിക്കുക എന്ന് പറയുന്നത് അവരെ കൊല്ലുന്ന സമയം. ഏതൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഗിറി ചാപ്മാൻ്റെ 5 ലാംഗ്വേജസ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ 5 ഭാഷകൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്. ആ 5 ഭാഷകൾ ചുരുക്കി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. കുട്ടികളോട് നമുക്ക് സ്നേഹം തിരിച്ചുണ്ടാവാൻ, നമ്മുടെ ജ്യേഷ്ഠാനിയന്മാരോട്, അയൽവാസികളോട്, സാധുക്കളോട്, മാതാപിതാക്കളോട് തമ്മിൽ സ്നേഹമുണ്ടാകാനുള്ള 5 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണം. 1, വേർഡ് ഓഫ് അഫർമേഷൻ എന്നാണ്. നല്ല അഭിനന്ദന വാക്കുകൾ. കുട്ടികളോടാണെങ്കിലും മറ്റുള്ളവരോടാണെങ്കിലും നല്ല വാക്കുകൾ, നല്ല കാര്യങ്ങൾ കേട്ടാൽ അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയും, ഉഷാറായിട്ടുണ്ടെന്ന് പറയാം. പറ്റുമോ? ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു, അല്ലെങ്കിൽ ഒരാൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടു, അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു കമൻറ്റ് ഇട്ടു, അതിൻ്റെ താഴെ ജസ്റ്റ് ഒരു ലവ് ചിഹ്നം ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഇട്ട ആൾ ജസ്റ്റ് അതിൽ ടച്ച് ചെയ്തിട്ട് നോക്കും ആരാണ് ആ ലവ് ചിഹ്നം ഇട്ടത്, അല്ലെങ്കിൽ ആ ലൈക്ക് ഇട്ടത് നോക്കും. അയാളോടൊരു ഇഷ്ടം തോന്നും, അല്ലേ? തോന്നുമല്ലേ? തോന്നുമോ? തോന്നും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു
അഫർമേഷൻ പറയും. രണ്ടാമത് ആക്ട്സ് ഓഫ് സർവീസ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സേവനം ചെയ്തു കൊടുക്കുക. നമ്മുടെ കുട്ടികൾക്കാവാം, നമ്മുടെ ഭാര്യക്കാവാം, തിരിച്ച് ഭർത്താവിന് ഇങ്ങോട്ടാവാം, അല്ലെങ്കിൽ മാതാപിതാക്കൾക്കാവാം. എന്തെങ്കിലും ഒരു സാധനം ഒരാൾ പണിയാൻ പോവാണ്, അയാളെ പേന താഴെ വീണ് അയാളെ അത് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എടുത്തു കൊടുത്താൽ അതൊരു ആക്ട്സ് ഓഫ് സർവീസാണ്. അയാൾക്ക് നമ്മളോടൊരു ഇഷ്ടം തോന്നും, അവിടെ ഒരു പരിഗണന അല്ലേ. ഒരാളുടെ പൈസ ആണ് ഇങ്ങനെ എടുത്ത് അങ്ങനെയല്ലേ, അത് ആക്ട്സ് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഇത് സ്നേഹം വർദ്ധിപ്പിക്കാനുള്ള രണ്ടാമത്തെ ഭാഷയാണ്. മൂന്നാമത്തേത് റിസീവിങ് ഗിഫ്റ്റ്സ് ആണ്. സമ്മാനങ്ങൾ കൊടുക്കുന്നത്. സമ്മാനങ്ങൾ കൊടുക്കാൻ എപ്പോഴും സമ്മാനം കൊടുക്കാൻ കഴിയും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഇഷ്ടം ശക്തമാവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമുണ്ട് ചെറിയ സമ്മാനങ്ങൾ. ഇപ്പം ഞാൻ വീട്ടിൽ ചെന്ന് നല്ല മഴയൊക്കെയാണ്, ജോലി കഴിഞ്ഞ് റൂമിലേക്ക് കയറി അവിടെ ചെന്ന് വായിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ ഇരിക്കുമ്പോൾ എൻ്റെ ഭാര്യ കട്ടൻ ചായ കൊണ്ടുവരും. കട്ടൻ ചായയിൽ തേങ്ങ ചിലവിട്ടിട്ടാണ് കൊണ്ടുവരിക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനെത്ര വലിയ ചിലവുണ്ടോ? ഇല്ല. അതുപോലെ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, എൻ്റെ തൊട്ടയൽപക്കത്ത് തിരിഞ്ഞാണ്ടിട്ടുള്ള കടയിൽ നിന്ന് ചിലപ്പോൾ ഒരു കപ്പലണ്ടി മിഠായി, കടല മിഠായിൻ്റെ ചെറിയ 5 രൂപയുടെ പാക്കറ്റ് കൊണ്ടിട്ട് ഭാര്യക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് പരസ്പരം അറിഞ്ഞുകൊണ്ടുള്ള ഈ കൊടുക്കൽ വാങ്ങലിനെയാണ് സമ്മാനം കൊടുക്കുക എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് നമ്മൾ വ്യക്തികൾക്ക് കൊടുത്താലും കിട്ടും. പ്രവാചകരുടെ വാക്കാണെന്ത്? തഹാദു തഹാബു. നിങ്ങൾ സമ്മാനങ്ങൾ കൊടുത്ത് സ്നേഹം സമ്പാദിക്കുക. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് കൊടുക്കാം. വലിയ വില പിടിച്ചത് വേണമെന്നൊന്നുമില്ല. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, 3 കാര്യങ്ങളായിട്ട് പറഞ്ഞപ്പോൾ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം ആണ്. എന്താ ക്വാളിറ്റി ടൈം? നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഫോൺ മാറ്റി വെച്ച് അയാളുടെ ഫേസിനോട് ഫേസിൽ വെച്ച് അല്ലെങ്കിൽ കണ്ട് ഐ കോണ്ടാക്ട് പോയിട്ട് സംസാരിക്കാം. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഫോണിലൊന്നും ശ്രദ്ധിക്കാതെ സംസാരിക്കാതെ നിങ്ങൾ എന്നെ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് എന്ത് തരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ക്വാളിറ്റി ടൈം. അത് നമ്മളെ കുട്ടികൾക്കും കൊടുക്കണം, ഫ്രണ്ട്സിനും കൊടുക്കണം, അതേപോലെ തന്നെ മാതാപിതാക്കൾക്കും ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ കൊടുത്താൽ സ്നേഹം വർദ്ധിക്കും. നിങ്ങളൊന്ന് ആലോചിച്ചു, നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഫോണിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക ആന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ പരിഗണിക്കുന്നുണ്ടോ? ഉണ്ടോ? ഞങ്ങൾ ഇപ്പം അടുത്തൊരു രോഗിയെ കാണാൻ വേണ്ടി പോയി. അയാൾ രോഗിയെ കിടക്കുന്ന ആളെ കാണാൻ വേണ്ടിയിട്ട് 5 ആൾ കാർ എടുത്തിട്ട് പോയി. അപ്പോൾ അയാളെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ അയാളെ ഇങ്ങനെ വിശേഷങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു ഫോൺ വന്നപ്പോൾ അയാൾ ഫോൺ എടുത്തത് മാത്രമല്ല നീട്ടി വലിച്ച് ഇങ്ങനെ കഥകൾ പറയും. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു, 8 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് ആയിട്ടും ഇയാൾ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഹോസ്പിറ്റലിൽ മന്ദായിരിക്കും. അപ്പം ഞാനിങ്ങനെ അടുത്തുള്ള ആളിങ്ങനെ തോണ്ടി. അപ്പം ഞങ്ങൾ വിശേഷം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ആണ് ഇയാൾ ഈ സംസാരിക്കുന്നത്. ഒരു ലഘുലകാരമില്ലാതെ സംസാരം തുടരുകയാണ്. അപ്പം ഞാൻ അടുത്തുള്ള ആളിങ്ങനെ തോണ്ടിയപ്പോൾ അയാൾ പുറത്ത് എണീറ്റിട്ട് സാഹിബ് ഞങ്ങൾ പോട്ടേന്ന് ചോദിച്ചു. നിങ്ങൾ പോയി ഇയാൾ ഫോണിങ്ങനെ വെച്ചിട്ട് നിങ്ങൾ കൊണ്ടോളി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് പോകാൻ പറയും. ഇത് ക്വാളിറ്റി ടൈമാണോ? അല്ല. നമ്മൾ ഒരകലം നിന്നൊരു ഫോണിൽ നമുക്ക് വരികയാണ്, നമ്മളോട് ഫേസ് ടു ഫേസ് ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നെന്ത് ചെയ്യാം, ആ വിളിച്ച അവർ പറയും ഒരു മിനിറ്റ് കേട്ടോ, ഞാനിവിടെ ഒരാളുണ്ട്, അയാളെ കവർ ചെയ്തിട്ട് ഞാൻ നിന്നെ തിരിച്ച് വിളിക്കാമെന്ന് പറയും. അതല്ലെങ്കിൽ ഇരിക്കുന്ന ആളോട് പറയാം ഒറ്റ മിനിറ്റ് കേട്ടോ, ഞാൻ വളരെ അർജൻറ്റ് കോളാണ്, ഇപ്പം തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് ആ ഒരു വിഷയം മാത്രം പറഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടും ഇയാളെ പരിഗണിക്കാം. മറിച്ച് ഒരാൾ മുന്നിലിരിക്കുമ്പോൾ നമ്മളെ കാണാൻ വേണ്ടി വന്ന ആളെ ഒട്ടും പരിഗണിക്കാതെ നമ്മൾ എന്ത് ചെയ്യരുത്, ഡിവൈസ് ഉപയോഗിക്കരുത്. അപ്പോൾ ക്വാളിറ്റി ടൈം എല്ലാവർക്കും നമ്മൾ കൊടുക്കേണ്ടതാണ്. സ്നേഹം വർദ്ധിക്കാൻ 5ാമത്തെ കാര്യമാണ് ഫിസിക്കൽ ടച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒന്നാമത് അഭിനന്ദനം, വേർഡ് ഓഫ് അഫർമേഷൻ പറഞ്ഞു. രണ്ടാമത്തേത് എന്താ പറയുന്നത്, ആക്ട്സ് ഓഫ് സർവീസ് പറഞ്ഞു. മൂന്നാമത്തേത് റിസീവ് ഗിഫ്റ്റ് പറഞ്ഞു. നാലാമത്തേത് ക്വാളിറ്റി ടൈം പറയും. 5ാമത്തെ കാര്യം സ്നേഹത്തിൻ്റെ ഭാഷകളിൽ 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫിസിക്കൽ ടച്ചാണ്. നമ്മൾ ഇങ്ങനെ അസ്സലാമു അലൈക്കും എന്ന് പറയും, ഹായ് എന്ന് പറയും. ആ സമയത്തൊക്കെ കൈ ഒന്ന് കൊടുത്താൽ, കൈ തമ്മിലൊന്ന് ചേർത്ത് പിടിച്ചാൽ വല്ലാത്തൊരു വൈകാരികമായ ബന്ധം അവർ തമ്മിലുണ്ടാവും. നമ്മൾ കുട്ടി സ്കൂളിൽ നിന്ന് വരികയാണെങ്കിൽ ആ കുട്ടീനെ നമ്മളിങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് എന്താണ് മോളെ വിശേഷം, എന്താണ് മോളെ വിശേഷം ചോദിച്ചാൽ ആ ചേർത്ത് പിടിക്കുന്നതിൽ വല്ലാത്തൊരു വൈകാരിക ബന്ധമുണ്ടാവും.
അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും ടച്ച്, ഫിസിക്കൽ ടച്ച് എന്ന് പറയുന്നത് എപ്പോഴും ബന്ധങ്ങൾ ശക്തമാക്കാൻ ഉപയോഗപ്പെടുത്തുന്ന അഞ്ചാമത്തെ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക ഇതാണ്: നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ ഒത്തുകൂടൽ നടത്തിയത് തീർച്ചയായും അഭിനന്ദനാർഹമാണ്, പ്രതിഫലാർഹമാണ്. ദൈവം തമ്പുരാൻ പടച്ചോൻ ഇത് എല്ലാ അർത്ഥത്തിലും സ്വീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുട്ടികളും ഈ യഥാർത്ഥമായ ലൈഫ് ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിതത്തിനപ്പുറം ഇത്തരത്തിൽ ചില ജീവിതങ്ങളുണ്ട് എന്ന് തിരിച്ചറിയുന്നത് ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. പിന്നെ പരസ്പര ബന്ധങ്ങൾ ശക്തമാക്കാനുള്ള 5 കാര്യങ്ങളുമാണ് പറഞ്ഞത്. വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും, എന്നെ ക്ഷണിച്ചവർക്കും എൻ്റെ വാക്കുകൾ കേട്ടവർക്കും ഇവിടെയുള്ള അന്തേവാസികൾക്കും ഈ ഒത്തുകൂടലിന് വേണ്ടി വന്നവർക്കും എല്ലാവർക്കും, നടത്തുകാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. നമ്മുടെ മോട്ടിവേഷൻ പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കൊണ്ടു. അപ്പം എന്തായാലും മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഭൂമിൻ്റെ മുകളിൽ നിർത്തല്ല, നമ്മുടെ ജീവിതത്തിനോടനുബന്ധിച്ചില്ല നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റം പറ്റില്ല. കാരണം എല്ലാവർക്കും ഒന്നും സമയമില്ലാതെ പറഞ്ഞ് നടക്കുന്നത് ശരിയല്ലേ? ഇതെന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ അവിടെയാണ് പിന്നെ നമുക്കൊക്കെ എന്ത് വരിക, പ്രശ്നമില്ല. അപ്പം എന്തായാലും കൂടുതൽ സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. നമുക്കിവിടെ ഭക്ഷണവും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ പാട്ടും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഓരോരുത്തരും റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമൊക്കെ വളരെ മനോഹരമാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും അതിന് സപ്പോർട്ടും കാര്യം നമുക്ക് തരണം. കാരണം നമ്മുടെ 95 ബാച്ചാണെങ്കിലും നമ്മളിന്ന് ഇവിടെ കൂടിയത് എല്ലാവരും ഒരു ബാച്ചാണ്. നമ്മളവിടെ വ്യത്യസ്തപ്പെടുത്താൻ നമ്മളെ കൂടെ ഇരിക്കുന്ന ആളുകളും ഇവിടുത്തെ ആളും എല്ലാം നമ്മൾ ഇന്നൊരു ബാച്ചായി കൂടെ നല്ല രീതിയിൽ പോകണം. ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ ആശംസ അറിയിക്കാനോട് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ തിരുത്സാഹപ്പെടുത്താനാക്കണം എല്ലാവരും വേഗം. ഇപ്പം നമ്മുടെ ശരിയല്ലേ, ഒരിക്കൽ ഞങ്ങൾ 3 പേര് കടപ്പുറത്തിലൂടെ ഇങ്ങനെ നടന്നു പോയത് ശ്രദ്ധിച്ച് കേട്ടു. മൊബൈലിൽ തോടുന്ന ആളുകൾക്കൊന്നും മാറ്റി വെച്ചു, എപ്പോഴും കേട്ടൂല. നടന്നിങ്ങനെ പോകുമ്പോൾ ഭയങ്കര പ്ലാനിങ്. ഒരാൾ പറഞ്ഞു ജർമ്മനി പോകണം, ഒരാൾ പറഞ്ഞു അമേരിക്കയിൽ പോകണം, ഒരാൾ പറഞ്ഞു പിന്നെ സൗദി അറേബ്യയിൽ പോകണം. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച് പോകണം, ആഗ്രഹം സംസാരിച്ച് ഇങ്ങനെ പോകണം. അതിനിടയിൽ ഒരാൾ ഒരു കുപ്പി തട്ടി. അപ്പോൾ ആ കുപ്പി തട്ടിയപ്പോൾ ആ കുപ്പിൻ്റെ അടുത്തൊരു സാധനം പുറത്ത് വന്നിട്ട് ഇതിൻ്റെ ഇത്രയും കാലം കുപ്പിയിൽ അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ഇതിനെ പുറത്ത് വിട്ടത്. നിങ്ങൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും ഞാൻ നിങ്ങൾക്ക് സാധിച്ചു തരുന്നതാണ്. അതിൽ വ്യക്തം പറഞ്ഞ് എനിക്ക് എത്രയും പെട്ടെന്ന് ജർമ്മനി പോകണമെന്നാണ്. കാരണം അയാൾ ജർമ്മൻ ആഗ്രഹിച്ച് നടക്കുകയാണ്. അപ്പോൾ അയാൾ ജർമ്മൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ ജർമ്മനിലെത്തി. പിന്നെ 2 പേരല്ല, വേഗം പറയും നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് പറയാൻ പറഞ്ഞു. അടുത്ത ആൾ പറഞ്ഞ് എനിക്ക് അമേരിക്കയിൽ പോകണമെന്നാണ്. അമേരിക്കയിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ അമേരിക്കയിലെത്തി. അടുത്തത് ഒരാൾ മാത്രമേ ഉള്ളൂ. നിനക്ക് എന്താണ് ആഗ്രഹം ചോദിച്ചു. ആ പോയ 2 ആൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പറഞ്ഞു. മൈൻഡപ്പെടുത്തുന്നതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഓക്കെ. അപ്പം എന്തായാലും ആശംസ പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ ക്ലാസ്മേറ്റായ നമ്മളൊക്കെ സ്കൂൾ പഠിച്ചിട്ടുള്ള ഇപ്പോഴും കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശംസ അറിയിക്കാൻ വേണ്ടി നമ്മുടെ റൂഫ് സാഹിബിനെ വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു റൂഫ് സാർ. പ്ലീസ് വെൽക്കം റൂഫ് സാർ. നല്ലൊരു കയ്യടി കൂടുതൽ. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ സ്വാമി ഇവിടുന്ന് പോയി. പിന്നെ നമ്മളോട് സംസാരിച്ച മാലിക് വീട്ടിക്കൊന്ന്, പിന്നെ ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്ന നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഷാജഹാൻമാനും അതേപോലെ അഷ്റഫോടാനും അതുപോലെ മറ്റ് ബാച്ചിലെ സുഹൃത്തുക്കളെ, ഈ എന്താ പറയുക, ഹിമയിലെ അന്തേവാസികളെ, സംഘാടകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ചടങ്ങിന് വരുമ്പോൾ നമുക്ക് 2 സന്തോഷമാണ്. ഒന്ന്, നമ്മളുടെ ബാച്ചിൻ്റെ ഒരു 30ാം വാർഷികമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 30 വർഷത്തിന് ശേഷവും നമ്മളുടെ ഈ ഒരു സ്നേഹവും പരസ്പരമുള്ള കൂടിച്ചേരലുകളും നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. രണ്ടാമത്തെ കാര്യം, ഇങ്ങനൊരു കൂടിച്ചേരലിൽ ഈ ഹിമ പോലെയുള്ള വളരെ നല്ലൊരു ഒരുപാട് അശരണരായിട്ടുള്ള ആളുകൾ അവരോടുകൂടെ ചേർന്ന് നിന്ന് നമുക്ക് തന്നെ ഒരു സന്ദേശം നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടാമത്തെ സന്തോഷം. എന്തുതന്നെയാണെങ്കിലും
ചടങ്ങിൽ ഇപ്പോൾ സംസാരിച്ച മാലിക്ക് വേണ്ടി കുന്നെന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും നമ്മളുടെ ഒരു 3-4 ബാച്ച് പിന്നിലായിരിക്കും. ഒരു ഗുരുതുല്യനായി എന്നും തോന്നിയ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ എപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. അന്ന് തന്നെ അദ്ദേഹത്തെ ഞാനൊരു അധ്യാപകനായിട്ട് കണ്ട ഒരാളായിരുന്നു. അതുപോലെ ഈ ഒരു ബാച്ചിനോടും എനിക്ക് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ മണ്ണാർക്കാട് ഇവിടെ കരുവാരമട്ട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് മണ്ണാർക്കാട് കോളേജിൽ പ്രീ ഡിഗ്രി ചെയ്തു, മണ്ണാർക്കാട് കോളേജിൽ ഡിഗ്രി ചെയ്തു, മമ്പാട് കോളേജിൽ PH ചെയ്തു, കണ്ണൂർ KSAF ട്രെയിനിങ് കോളേജിൽ BEd ചെയ്തു, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ MPhil ചെയ്തു. ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ PhD കഴിഞ്ഞ വർഷം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത്രയും പഠിക്കും ഒരുപാട് ഈ വിദ്യാഭ്യാസത്തിലൂടെ ഒരുപാട് കാലം പോവുകയും ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാവുകയും ഇപ്പോൾ 16 വർഷമായിട്ട് ഒരു കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊക്കെയിടയിൽ നമ്മളുടെ മുമ്പിലുള്ള സൗഹൃദങ്ങളെ മാറി മറിയുമ്പോഴും ഈ ഒരു കരുവാരക്കുണ്ട് സ്കൂളിലെ ആ ഒരു ജീവിതം, ആ ഒരു ജീവിതാനുഭവം എന്ന് പറയുന്നത് അത് മനസ്സിലിങ്ങനെ മായാത്തൊരു നമ്മളുടെ എന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമായി മാറുന്നു എന്നുള്ളത് ഒരു സന്തോഷമാണ്. അതുകൊണ്ട് എനിക്ക് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം നടക്കുമ്പോൾ തന്നെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അറിഞ്ഞപ്പോൾ വളരെ വിഷമം തോന്നി. കാരണം ഈ പരിപാടിക്ക് വന്നവർക്കറിയാം നമ്മളിവിടെ വെറുതെ വന്ന് പോവുകയല്ല, ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് നമ്മളെ സ്വീകരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ആരും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന ഹിമയിലാണ് നമ്മളുള്ളത്. ഇവിടെയുള്ള അന്തേവാസികളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾക്ക് എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാണ് നമ്മളതിൽ വലിയൊരു വസ്തുത. പിന്നെ ഇതിനോട് ചേർത്ത് വെക്കാൻ വന്നത് ഇതിനോട് ചേർത്ത് വെക്കാവുന്നത് നമ്മുടെ സ്വാമിജിയുടെ പ്രഭാഷണം. നമ്മുടെ നാട്ടിൽ ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന ഓരോരുത്തരും ഏത് മണ്ണുമാണ് ഏത് ജാതിയാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മതത്തിലും ജാതിക്കും എല്ലാവരും അതീതമായിട്ട് മനുഷ്യരെ ഒന്നായിട്ട് കാണുക എന്നുള്ള വലിയൊരു സന്ദേശം ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട വലിയൊരു സന്ദേശം നൽകിയിട്ടാണ് സ്വാമിജി ഇവിടുന്ന് പോയത്. അതുപോലെ മാലിക് വീട്ടിക്കുന്നിൻ്റെ പ്രഭാഷണം എന്ന് പറഞ്ഞാലും നമ്മളുടെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളോടാണെങ്കിലും നമ്മളുടെ കുടുംബത്തോടാണെങ്കിലും നമ്മളുടെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരമാണെങ്കിലും നമ്മളുടെ സുഹൃത്തുക്കളോടാണെങ്കിലും നമ്മൾ എന്തൊക്കെയോ നഷ്ടപ്പെടുത്തുന്നു, പുതിയ കാലത്തിൻ്റെ മാറ്റത്തിൽ നമ്മൾ എന്തൊക്കെയോ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു ആ ഒരു തിരിച്ചറിവ് നൽകാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിനുമായി. ഇപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല, എന്താണെങ്കിലും ഈ പ്രോഗ്രാമിന് പങ്കെടുത്തത് വളരെ നമ്മുടെ മനസ്സിൽ വളരെ ആഴത്തിൽ സ്പർശിക്കുന്ന ഒരു പരിപാടിയൊക്കെ എന്നെ മാറ്റിയതിന് ഇതിൻ്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ ഇതിൽ നിന്ന് കുറച്ച് പേരെങ്ങാനും വിട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അവരെയും നമുക്ക് ഒഴിവാക്കേണ്ടവരല്ല, എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഏറ്റവും നല്ല രീതിയിൽ നമ്മളുടെ ഈ കൂട്ടായ്മ മുന്നോട്ട് പോകണം. ഇതിൻ്റെ സംഘാടകർ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസരം. ഓക്കെ, നമ്മുടെ കൂടെ പഠിച്ചതാണ്, ഇപ്പോൾ പറഞ്ഞ അധ്യാപകരാണ്. അപ്പോൾ ആശംസ അറിയിച്ച് നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. അടുത്തായിക്കൊണ്ട് നമ്മുടെ ബാങ്ക് കൊടുക്കുന്നു. അയ്യോ അതാണ്, കാരണം ഒരു നല്ല അടിപൊളി ഒരു പാട്ട് പേരാണ്. ബാങ്ക് കഴിഞ്ഞിട്ട് വേണോ ബാങ്കിന് മുന്നേ വേണോ എന്തായാലും പാടും, മനസ്സിലായി ഒഴിവാക്കാൻ പറ്റില്ല. ഇനി ഇതിലിരിക്കുന്ന ആർക്കെങ്കിലും 1-2 വാക്കുകളെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ ഒരു അവസരമാണ് നമ്മുടെ കൂട്ടായ്മയോടനുബന്ധിച്ച്. നമ്മൾ പേര് വിളിക്കുകയാണെങ്കിൽ പേര് വിളിക്കാം. മുജീബാണ് ഇരിക്കുന്നുണ്ട്, പിന്നെ റഷീദ് മോനിൽ ഇരിക്കുന്നുണ്ട്. കാരണം നമ്മളാണ് നടത്തുന്നത് അല്ലേ, നമ്മുടെ കൂട്ടായ്മ. അപ്പോൾ 2 വാക്കുകൾ വന്ന് സംസാരിക്കാൻ താല്പര്യമില്ല, ശരിക്കും വന്ന് സംസാരിക്കാം. എന്തായാലും റഷീദ് മോനിയൊക്കെ കുറേ സംസാരിച്ച് ശീലമുണ്ട്, കാരണം നമുക്ക് ആദ്യമായിട്ടാണ്. അപ്പോൾ റഷീദ് മോനിയൊരു 2 മിനിറ്റ് നമ്മുടെ കൂട്ടായ്മയോടനുബന്ധിച്ചിട്ട് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. പ്ലീസ് വെൽക്കം റഷീദ് മോനി.
ആശംസകൾ അർപ്പിക്കുക മാത്രം ചെയ്തു. സാറ് പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ജിമ്മയിലൊക്കെ വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മൾ പരിപാലിക്കുന്നതിന് എത്ര നമുക്ക് അതുപോലെ നമ്മുടെ മറ്റു സഹോദരങ്ങൾക്ക് എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ പൂർവികരായ ആളുകൾ ഒന്നും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പണ്ടൊക്കെ നമ്മൾ കേട്ടിരുന്നത് തവനൂർ ഭാഗത്തൊരു യുദ്ധസ്ഥലമുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മുടെ എല്ലാ പഞ്ചായത്തുകളും പോലും യുദ്ധസ്ഥലങ്ങൾ പൊന്തി വരികയാണ്. ഇതൊക്കെ നമ്മളവരെ കുറ്റപ്പെടുത്തുകയല്ല, ആർക്കും ഒരു സമയമില്ല. അതുപോലെ നമ്മുടെ വീട്ടിൽ അതിഥികൾ വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ മുമ്പിലേക്ക് വരുന്നത് പോലും പലർക്കും ഒരു വൈമനസ്യം. അതുകൊണ്ടൊക്കെയാണ് ഈ വൃദ്ധസദനങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ചെയ്യാവുന്നത് നമ്മുടെ കുടുംബങ്ങൾ, അത് മക്കളൊക്കെ കൂട്ടിയിട്ട് ഇടയ്ക്കിടെ ഇവിടെ വരിക, അവർ സന്ദർശിക്കുക. വലിയ വലിയ പരിപാടികളൊന്നും നടത്തിയിട്ടില്ലെങ്കിലും അവർക്ക് ചെറിയ സമ്മാനങ്ങളോ എന്തെങ്കിലും കൊണ്ടുവന്ന് കൊടുത്തിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുക. കാരണം നമ്മുടെ മാതാപിതാക്കൾ എത്രയോ ഭാഗം ചെയ്തവരാണ്. ഇവർക്ക് ഉറ്റവരും ഉറ്റവരും ഇല്ലാത്തവരാവാം, ഉള്ളവർ തന്നെ അവരെ പരിപാലിക്കാൻ തയ്യാറാവാത്തവരാവാം. പക്ഷേ സാറ് പറഞ്ഞ പോലെ നമ്മൾ ഗസയിലെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഗസയിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഞാൻ ഉത്തരേന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സന്ദർശിച്ചാണ്. അവിടെയും ഉണ്ട് ഒരുപാട് പട്ടിണി പാവങ്ങൾ. ഒരുപാട് സ്ഥാപനങ്ങളിൽ പോയിട്ട് അതിൻ്റെ കീഴിൽ നമ്മൾ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കും. ഓരോ ഭക്ഷണം പൊതിക്കുവാണ് ആർത്തിയോടുകൂടെ ഓരോ പട്ടിണി പാവങ്ങൾ, അതായത് ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും നമ്മൾ ഭക്ഷണം കൊടുക്കാൻ പോയിട്ടുണ്ട്. അവിടെ ചെന്നാൽ കാണാം ഭക്ഷണം പൊതിക്ക് വേണ്ടിയിട്ട് തല്ലുപിടി കൂടി. നമ്മൾ ഉപയോഗിച്ച് പോയ പാത്രത്തിൽ പിന്നെ കൈയിട്ട് വാങ്ങിയിട്ട് അവസാനം നമ്മുടെയൊക്കെ കല്യാണത്തിലൊക്കെ പോയാൽ ഭക്ഷണം വേസ്റ്റാക്കുന്നത്. അവിടെയൊക്കെ പോയാൽ വേസ്റ്റ് എന്ന് പറഞ്ഞ സംഭവമില്ല. കാരണം നമ്മൾ കൊടുത്തത് അവർക്ക് തേഞ്ഞിട്ടുണ്ടാവില്ല. എത്രയോ കെറ്റിയിലാണ് 200 പൊതി കൊണ്ടായിട്ടുണ്ടെങ്കിൽ ആ 200 പൊതിക്ക് 1000 ആളുകളെ വരുന്നത്. എന്നിട്ട് ഒരു പൊതി ഷെയർ ചെയ്തിട്ട് കഴിക്കുക. ആ പാത്രം ഒഴിവാക്കിയ പാത്രം തുടക്കാൻ കുട്ടികൾ വരിക. അത് കാണുമ്പോൾ ഭയങ്കര കണ്ണീരാണ്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ, നമ്മുടെ വീട്ടിലൊക്കെ എത്ര വേസ്റ്റാണ്. നമ്മളത് ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ നമുക്കോ 5 6 കൂട്ടാനില്ലാതെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഇങ്ങനത്തെ അവസ്ഥയാണ്. ഇപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളൊക്കെ കഴിവിൻ്റെ പരമാവധി ഫേസ്ബുക്കിലൊക്കെ വരും, നമ്മളെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു. ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്ക് നമ്മളതൊക്കെ മറിച്ച് പോകണം, തോണ്ടി പോകാൻ. നമുക്ക് റീൽസ് കാണാൻ നേരമുള്ളൂ അല്ലേ? നമ്മളൊക്കെ നോക്കുമ്പോൾ അത് കാണാം, പലരും സഹായിക്കണമെന്നുണ്ട്. ഒരു 10 രൂപ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ കയ്യിൽ 10 രൂപയാണെങ്കിലും പല 10 രൂപ കൂടുമ്പോൾ വലിയൊരു സഹായമായി മാറും. ഇപ്പം എല്ലാവരും അതുപോലെ വരുന്ന സഹായങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തുക. എൻ്റെ 10 രൂപ കൊണ്ട് എന്താ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് പലരുടെയും 10 രൂപ കൂടുമ്പോൾ വലിയൊരു പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ വലിയൊരു ആയാസമാകും. അപ്പോൾ എല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ ഒരു കൂട്ടായ്മയിലേക്ക് മിനിഞ്ഞാണ് എന്നോട് പറഞ്ഞത്. കാരണം നമ്മൾ പണ്ട് ജാലങ്ങൾ വലിയൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അത് വിഭജിച്ച് 2 വിഭാഗമായി. അതിന് വിഷമമുണ്ട്. എന്നിരുന്നാലും നമ്മുടെ കൂട്ടുകാരാണ്, നമുക്ക് ഇതിലേക്ക് തന്നെ കൊണ്ടുവരാം. എന്നിട്ട് അടുത്തൊരു പരിപാടി വെക്കുമ്പോൾ നമ്മുടെ എല്ലാ 95-96 പേജുകൾ എല്ലാവരും ഉൾപ്പെടുത്തി വലിയൊരു പ്രോഗ്രാമാക്കി മാറ്റണം. അതിന് എല്ലാവരും മുൻകൈ എടുക്കണം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പം എന്തായാലും റഷ്യൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത് സൗണ്ട് കൂടുതലാന്ന് പറയുന്നത് ഭയങ്കര ഒഴിവാക്കേണ്ടി വരും.
ഞാൻ നേരത്തെ പറഞ്ഞത് മൈക്ക് സൗണ്ട് കൂടും, എല്ലാം പറഞ്ഞത് സൗണ്ട് കൂടും, എന്താ ചെയ്തത് വയസ്സാണ്. അപ്പം എന്തായാലും പിന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്മേറ്റ് ആളുകളെ സംസാരിക്കാം. അപ്പം നമുക്ക് കരുവാരത്തിലെ കൂട്ടത്തിൽ ഫിറ്റ്നസ് എന്നും കൊണ്ട് നടക്കുന്ന ഞങ്ങളെ പദ്ധതിക്കാരെ സ്വന്തം എന്ന് പറയുന്ന ഞങ്ങളൊക്കെ പേര് പറഞ്ഞു മുജീബ് സാഹിബിനെ 2 മിനിറ്റ് സംസാരിക്കാൻ വിളിക്കുന്നു. പ്ലീസ് വെൽക്കം മുജീബ്. അല്ലല്ല വാ, വലിയ സൗണ്ട് കൂട്ടും. അല്ല, നമ്മളെന്ത് എല്ലാവരും 2 വാക്ക് സംസാരിക്കുക, ശരിയല്ലേ? നിസ്കരിക്കേണ്ട ടൈമായി. അവിടെ ആയിരത്തി നോക്കാം. ഇവിടെ കൂടുതൽ കാര്യം പറയണം. മുജീബ് വരിക, പ്രസി 2 വാക്ക് വരല്ലേ? നസീബ നമുക്ക് ഫായിസിനെ തന്നെ വിളിക്കാം. അപ്പം എന്തായാലും മുജീബിന് പേര് അപ്പം ധൈര്യമില്ലാതെ പറഞ്ഞു. ഫായിസിനെ ഞാൻ വിളിക്കുന്നു, ഒരു 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു. വന്നേ പറ്റും, മൈക്കത്തേക്ക് പ്രോബ്ലം. നമസ്കാരം. എൻ്റെ തൊഴിലുകാരുടെ 10 ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചത്. ഞാൻ അറിയാതില്ല. അപ്പോൾ ഈ കൂട്ടായ്മയ്ക്ക് നല്ലൊരു ആശംസ ചേർന്നുകൊണ്ട് ഞാൻ സാധാരണ കൊടുക്കുന്നു. അപ്പം എന്തായാലും ഇനി നമുക്ക് 1 മണിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇത്രയും നല്ലൊരു പ്രോഗ്രാം നമ്മൾ നല്ല രീതിയിൽ കൂട്ടായ്മയോട് ജയിക്കും. ആയിക്കോട്ടെ. അപ്പോൾ നിസ്കാര സമയമായിട്ടുണ്ട്. അപ്പം എന്തായാലും ഇന്ന് നടത്തുന്ന പ്രോഗ്രാമിൽ ഇപ്പോൾ കൂടിയ ആളുകൾക്കും എല്ലാവരും നന്ദി പറയാൻ വേണ്ടി ഞാൻ ജലീലിനെ സ്വാഗതം ചെയ്തു. ജലീൽ നമ്മൾ വിചാരിച്ച പോലെ തന്നെ പരിപാടി ഉഷാറായി. നമ്മൾ തിരിച്ച ആളുകൾക്ക് നമ്മൾ ക്ഷണിച്ച ആളുകൾക്ക് ഏകദേശം എത്തിയിട്ടുണ്ട്. നമ്മളെ ഗസ്റ്റുകളും എല്ലാവരും വന്നിട്ടുണ്ട്. അവരോട് സഹകരിച്ച എല്ലാ ആളുകളും, അതുപോലെ ഈ പരിപാടി ഉദ്ഘാടന സ്വാമിക്കും അതുപോലെ നമുക്ക് മോട്ടിവേഷൻ തന്ന മാലിക് സാറിനും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ ഈ ഒരു പ്രോഗ്രാം നല്ല നിലയിൽ കൈകാര്യം ചെയ്ത ഷാജാൻ പ്രത്യേക നന്ദി പറയാം. ഈ വേദി കിട്ടുന്ന ഹിമാ സെൻ്ററും ജാലകത്തിൻ്റെ പേരിൽ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നമുക്ക് കൂടാം എന്ന വാക്കിൽ ഈ യോഗം തിരിച്ചുവിട്ടായിരിക്കും.